ഞാൻ ശരി റെഡിയാണ്. ജയൻ സർ. ജയൻ സർ നമുക്ക് തുടങ്ങാലോ അല്ലേ? ഹലോ ജയൻ സർ. സർ ഇങ്ങോട്ട് എന്തെങ്കിലും സംസാരിക്കണ്ടോ? എനിക്ക് കേൾക്കണില്ല. ജയൻ സർക്ക് റേഞ്ച് കുറവായിട്ടാണോ എന്നറിയില്ല. ഹലോ ഹലോ സർ. ഹലോ സർ. ഹലോ മാധവ മാഷെ, നമുക്ക് തുടങ്ങാം. എനിക്ക് തോന്നുന്നു ജയൻ സർക്ക് റേഞ്ച് കമ്മിയായിട്ടാണ് തോന്നുന്നു. കോളേജിൽ നല്ല പ്രശ്നമുണ്ട് റേഞ്ചിന്റെ. ജയൻ സർ ലെഫ്റ്റ് ആയി തോന്നുന്നു. ജയൻ സർ അപ്പൊ ഇപ്പൊ ജോയിൻ ചെയ്യായിരിക്കും. കോളേജിൽ നല്ല ബുദ്ധിമുട്ടുണ്ട്. ജയൻ സർ പലപ്പോഴും അവിടെ ഇവിടെ ഒക്കെ പോയി ഇരുന്നിട്ടാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യാറുള്ളത്. സർ ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം സർ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് വളരെ ധന്യമായിട്ടുള്ള ഒരു ദിവസത്തിലാണ്. വളരെ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു പരിപാടി നമുക്ക് അറേഞ്ച് ചെയ്യാൻ സാധിച്ചത് എങ്കിൽ പോലും നമ്മളുടെ എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം കൊണ്ട് നിരവധി ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിൽ നല്ല ഒരു സദസ്സും അതുപോലെ തന്നെ വളരെ പ്രൗഢഗംഭീരമായ പ്രഭാഷണം നൽകുന്ന ഇന്നത്തെ സംസ്കൃതജ്ഞരിൽ അറിയപ്പെടേണ്ട, എന്നാൽ എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും വേണ്ടത്ര അറിഞ്ഞിട്ടില്ലാത്ത ഒരു പ്രതിഭയും കൂടിയാണ് നമുക്കിന്ന് ലഭിച്ചിട്ടുള്ള ശ്രീ മാധവൻ സർ. നമുക്കിന്ന് വിശിഷ്ടാതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ള മാധവൻ സർ. അപ്പോൾ വാചസ്പത്യം ലെക്ചർ സീരീസിന്റെ ഈ വർഷത്തെ 2ാമത്തെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ക്ലാസ്സിലേക്ക് ആദ്യമായി എല്ലാവർക്കും ഞാൻ ഹൃദയം നിറഞ്ഞ് സ്വാഗതം പറയട്ടെ. അതോടൊപ്പം നമ്മുടെ ഈ പരിപാടിയിൽ അധ്യക്ഷനായി നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ, നമുക്ക് ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്കൊക്കെ ഒരു പക്ഷെ എന്നേക്കാൾ അടുപ്പം ഉള്ള നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകനായിട്ടുള്ള ജയൻ സാറ് നമ്മളെല്ലാവരെയും എല്ലാ കാര്യങ്ങളിലും ഒരേപോലെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. സാറെ ഞാൻ ഹൃദയം നിറഞ്ഞ് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജയൻ സർ നമസ്കാരം. അടുത്തതായി നമുക്കിന്ന് പ്രഭാഷകനായി എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ മാധവൻ സാറാണ്. സാറ് വളരെ കാലം വിക്ടോറിയ ഗവൺമെന്റ് കോളേജില് സംസ്കൃത അധ്യാപകനായി സേവനം അനുഷ്ഠിക്കുകയും വിശിഷ്ടരായ നിരവധി ശിഷ്യ സമ്പത്ത് നേടിയെടുക്കുകയും ചെയ്തിട്ടില്ല. അതിനേക്കാൾ ഉപരിയായി സംസ്കൃതവും മലയാളവും ഹിന്ദിയും ഇംഗ്ലീഷും ഒരേപോലെ നൈപുണ്യത്തോടുകൂടി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന അതിപ്രതിഭാശാലിയായ ഒരു വിദ്വാൻ കൂടിയാണ് ശ്രീ മാധവൻ സാറ്. മാധവൻ സാറെ ഈ വേദിയിലുള്ള നിരവധി പേർക്കൊന്നും അറിയുന്നുണ്ടാവില്ല. എങ്കിൽ പോലും നമുക്ക് മാധവൻ സാറുടെ ക്ലാസ് ഉണ്ട് എന്നറിഞ്ഞ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ള ശ്രീ KS നാരായണൻ സാർ ഉണ്ട്. ആലുവ UC കോളേജിലെ സംസ്കൃതത്തിന്റെ അസോസിയേറ്റ് പ്രൊഫസറാണ് നാരായണൻ സാറ്. സാറ് മാധവൻ സാറുടെ ശിഷ്യനാണ്. സാറുടെ ക്ലാസ് ഉണ്ട് എന്ന് ഇന്നലെയാണ് നാരായണൻ സാർ അറിഞ്ഞത്. ഞാൻ പോലും പ്രതീക്ഷിക്കാതെ സാർ ഇതില് ജോയിൻ ചെയ്തിട്ടുണ്ട്. അത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും സാറുടെ ശിഷ്യ സമ്പത്ത് എത്ര വലുതാണ് എന്ന്. അതുകൊണ്ട് ഞാൻ മാധവൻ സാറെ ഈ വേദിയിലേക്ക് കൂടുതലായി സംസാരിച്ച് ദീർഘിപ്പിക്കുന്നു. സാറുടെ പ്രഭാഷണത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സാറുടെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോ സാറെ ഈ വേദിയിലേക്ക് സന്തോഷത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നാരായണൻ സാർ, നമ്മുടെ കോളേജിലെ നാരായണൻ നമ്പൂതിരി സാർ ഉണ്ടായിരുന്ന സമയത്ത് സാറ് മാധവൻ സാർ നമ്മുടെ കോളേജിൽ നേരിട്ട് വന്ന് നമ്മുടെ കുട്ടികൾക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നീട് ഒരവസരം ഇപ്പോഴാണ് നമുക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ സബ്ജക്റ്റ് എന്താണ് എന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ സംസ്കൃത ഭാഷയുടെ ട്രാൻസ്ലേഷൻ മെത്തഡോളജീസ്, ജനറൽ ആയിട്ട് ട്രാൻസ്ലേഷൻ മെത്തഡോളജീസും എസ്പെഷ്യലി
in Sanskrit language എന്നതാണ് ടോപ്പിക്. അപ്പോൾ സംസ്കൃത ഭാഷ എത്ര അർത്ഥവത്തായിട്ടും എത്ര സ്ട്രക്ചറലൈസ് ആയിട്ടും ആണ് വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എന്ന് ഇന്നത്തെ ഒരു ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രവുമല്ല അതിന്റെ ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള വൈവിധ്യം നിറഞ്ഞ ആ ഭാവങ്ങളെയും നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരൊറ്റ ക്ലാസ്സിൽ നിന്ന് ഉൾക്കൊള്ളാൻ കഴിയും. ഈ ക്ലാസ്സിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഞാൻ പ്രത്യേകം ഞങ്ങൾ രണ്ടുപേരും കോമൺ കോഴ്സ് പഠിക്കുന്ന കുട്ടികളോടും കൂടി ഇതിൽ നിർബന്ധമായും ജോയിൻ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതനുസരിച്ച് എല്ലാ കുട്ടികളും ജോയിൻ ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞാൻ സ്വാഗതം പറയുന്നു. പ്രത്യേകിച്ചും നാരായണൻ സാർക്ക് സ്വാഗതം പറയുന്നു. ഇനി ഈ കോളേജിൽ നിന്ന് ഔട്ട്സൈഡേഴ്സ് ആയിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല. ജയഗീത എന്നൊരു പേര് കണ്ടു. അത് ജയഗീത ടീച്ചർ ആണോ എന്ന് എനിക്ക് അറിയില്ല. കേരളവർമ്മ കോളേജിലെ ജയഗീത ടീച്ചർ ആണെങ്കിൽ ടീച്ചറെ ഞാൻ ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സ്വാഗതം. ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ അധ്യക്ഷ ഭാഷണത്തിനായി ഞാൻ ജയൻ സാറെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. സർ വരൂ. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. എന്താ കാരണം വെച്ചാൽ അവിടെ റേഞ്ച് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇതിനകത്ത് ആദ്യം ലിങ്ക് കയറാൻ പറ്റിയിട്ടില്ല. എന്നിരുന്നാലും അതുകൊണ്ട് ഇനി 2 വാക്ക് പറഞ്ഞിട്ട് അധ്യക്ഷൻ ഭാഷണം അവസാനിപ്പിക്കുകയും ചെയ്യാം. ഒരുപക്ഷെ മാധവൻ സാറ് കുറിച്ച് നമ്മൾ ഈ ഒരു മേഖലയിൽ സാറിനെ കുറിച്ച് ഒന്നും പറയാനില്ല. എന്താ കാരണം വെച്ചാൽ സംസ്കൃത ഭാഷയെ നന്നായിട്ട് സ്നേഹിക്കുന്ന ആളും ഭാഷയിൽ ഇപ്പോഴും സംസ്കൃതത്തിന് വേണ്ടി ജീവിക്കുന്ന ആളുമാണ് മാധവൻ സാറ്. പിന്നെ നമുക്ക് VTB കോളേജിന് മാത്രം ഒരു കടപ്പാട് സാറിനോടുണ്ട്. അത് എനിക്കോ നാരായണ മാഷ്ക്കൊക്കെ മുമ്പേ ഉള്ള ആൾക്കാർക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മളെ VTB കോളേജിൽ സംസ്കൃതം എന്ന് പറയുന്ന കോഴ്സ് വന്നപ്പോൾ വളരെ വൈകിട്ടാണ് ഒരു അക്കാഡമിക് ഇയറിൽ കോഴ്സ് വന്നത്. അപ്പം പഠിക്കാനും അതിന്റെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനും ഒക്കെ ആയിട്ട് മാധവൻ സാറ് ഒരുപക്ഷെ ഇന്ന് ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ നിലനിൽക്കാനെന്ന് വേണമെങ്കിൽ പറയുന്നത് തെറ്റില്ല. അതിനൊക്കെ സാറിനൊക്കെ ഒരു സംസ്കൃത കുടുംബം എന്നുള്ള നിലയിൽ അദ്ദേഹം ഒരുപാട് സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഈ ഒരു അവസരത്തിൽ സാറിനെ കണ്ടതിൽ ഒരുപാട് സ്നേഹം. അപ്പം മറ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഈ ഒരു കാര്യം ഇനീഷ്യേറ്റ് ചെയ്ത പാർവതി ടീച്ചർ, അതിനു വേണ്ട സഹായങ്ങൾ ചെയ്ത ശ്രുതി ടീച്ചർ, പിന്നെ എൻ്റെ പ്രിയ സുഹൃത്തായ നാരായണ മാഷ്, എല്ലാവരോടും എൻ്റെ സ്നേഹം അറിയിച്ചുകൊണ്ട് കൂടുതൽ അധ്യക്ഷൻ സംസാരിക്കരുത് ഈ ഒരു അവസരത്തിൽ. അതുകൊണ്ട് സാറിനെ ക്ലാസ് എടുക്കാൻ വളരെ ആദരപൂർവ്വം വളരെ സ്നേഹത്തോടു കൂടി ഈ അവസരത്തിൽ ഞാൻ ക്ഷണിക്കുകയാണ്. നന്ദി, നമസ്കാരം. സർ നമുക്ക് തുടങ്ങാം. ശരി സർ ഒരു സെക്കൻഡ് കേട്ടോ സർ, ഒറ്റ സെക്കൻഡ്. കുട്ടികളെല്ലാവരും ഈ ക്ലാസ് കേട്ട് നോട്ട്സ് എഴുതി എടുക്കണം. വേണ്ടത്ര മെറ്റീരിയൽസ് നിങ്ങൾക്ക് കിട്ടും. എല്ലാവരും അതിനു കൂടെ പ്രിപ്പയർ ചെയ്യണം എന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും നോട്ട്സ് എഴുതിയെടുക്കണം. ഓക്കെ സർ, നമുക്ക് തുടങ്ങാം. സമാദരണീയാः പ്രാചാര്യാः ഡോക്ടർ ജയൻ മഹാശയാः, ഉപസ്ഥിതാः ഡോക്ടർ പാർവതി, ശ്രുതി, മേജർ നാരായണൻ പ്രഭൃതയः, ആചാര്യാः, പ്രിയ ഛാത്രാः, സർവേഭ്യോऽपि സാദരാः പ്രണാമാः. കലാലയस्य VTB കോളേജ് इत्यस्य कलालयस्य तत्त्वावधाने अद्य सम्पत्स्यमानेऽस्मिन् कार्यक्रमे आगन्तुं निर्दिष्टं विषयम् अधिकृत्य चर्चां कर्तुं च लब्धावसरम् आत्मानं धन्यं मन्ये. पूर्णतया संस्कृतेनैव वर्गस्य चालनं न आवश्यकमिति मन्ये. इतः नूतनतया आगताः छात्राः अपि सन्ति अत्र. तेषां तु पूर्णतया संस्कृतेन इत्युक्ते क्लेशः भविष्यति इति मन्ये. अतः सर्वेषां सुगमं यथा भवति तथा मलयाळभाषाम् आश्रित्य वक्तुम् इच्छामि.
यत्र यत्र आवश्यकता अस्ति तत्र तत्र भाषांतर स्वीकरणाय अपि श्रमं करिष्यामि. Today our topic is translation methodologies, a linguistic approach. इत्येतदस्ति. Translation इत्यस्य अनुवादः इत्यर्थः. Translation എന്ന് പറയുമ്പോൾ സംസ്കൃതത്തിലെ അനുവാദം എന്നാണ് സാധാരണ ഉപയോഗിക്കുന്ന പദം. ഇപ്പോൾ മലയാളത്തിൽ നമ്മൾ വിവർത്തനം എന്നോ തർജ്ജമാനോ പരിഭാഷാന്നോ ഒക്കെ പറയാറുണ്ട്. പുതിയ കാലഘട്ടത്തിൽ ട്രാൻസ്ലേഷൻ ധാരാളം ആവശ്യമുണ്ട്. എല്ലാവരും എല്ലാ ഭാഷകളും അറിയുന്നവരല്ല. വിവിധ ഭാഷകളിലുള്ള ജ്ഞാന സമ്പത്തും അതേപോലെ തന്നെ കാവ്യ സമ്പത്തും എല്ലാവർക്കും കിട്ടണമെങ്കിൽ പലപ്പോഴും പല ഭാഷകളും സ്വന്തം ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത് കിട്ടേണ്ടതായിട്ട് വരും. അപ്പോൾ ട്രാൻസ്ലേഷനെ ആശ്രയിക്കാതെ, അനുവാദത്തെ ആശ്രയിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. സംസ്കൃത ഭാഷയുടെ പ്രത്യേകത കൊണ്ട് അത് വളരെ എളുപ്പത്തിൽ ഏത് ആശയവും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന തരത്തിൽ വികസിച്ച് നിൽക്കുന്നു. ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള, ഏത് ഭാഷയിലുള്ള ഏത് വിജ്ഞാന സമ്പത്തും ഏത് സൃഷ്ടിപരമായ സാഹിത്യ സമ്പത്തും സംസ്കൃതത്തിലേക്ക് അനായാസേന കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ആ സംസ്കൃതം വഴി ഇതര ഭാരതീയ ഭാഷകളിലേക്ക്, എല്ലാ മോഡേൺ ലാംഗ്വേജസിലേക്കും ഈ വിഷയങ്ങൾ അത്രയും കൊണ്ടുവരാനും സാധിക്കും. സംസ്കൃതത്തിന് നമുക്ക് അതിൻ്റെ ഒരു മുഖ്യ മാധ്യമമായിട്ട് കൽപ്പിക്കാനും സാധിക്കും എന്നർത്ഥം. ഇപ്പോൾ കാലമൊക്കെ പുരോഗമിച്ചു, പുതിയ പുതിയ പല സൗകര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും കേൾക്കുന്നത് പുതിയ കാലഘട്ടത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച്, പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യ നമുക്ക് തന്നിട്ടുള്ള സൗകര്യങ്ങളെ കുറിച്ചൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ പല കാര്യങ്ങളും പുതിയ സൗകര്യങ്ങൾ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മാറ്റി എടുക്കാൻ സാധിക്കുന്നു, യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടി. ഒരുപക്ഷെ മനുഷ്യന്റെ സഹായമില്ലാതെ തന്നെ പലതും ചെയ്യാൻ സാധിക്കുന്ന രീതിയിലേക്ക് ട്രാൻസ്ലേഷന്റെ രംഗവും വളർന്നുകൊണ്ടിരിക്കുക. പക്ഷേ അത് കമ്പ്യൂട്ടറിന് കൊടുക്കണമെങ്കിൽ, യന്ത്രങ്ങൾക്ക് ഈ വിവരം കൊടുക്കണമെങ്കിൽ നമ്മൾ അതിനകത്ത് അത് സമർപ്പിക്കുക തന്നെ വേണം. അപ്പൊ മനുഷ്യപ്രയത്നം വേണം ആദ്യം, എന്നാലേ അതിൽ കയറ്റാൻ പറ്റുള്ളൂ. കയറി കിട്ടിയത് പിന്നെ സൗകര്യം പോലെ അതിൽ നിന്ന് എടുക്കാനും ഉപയോഗിക്കാനും എല്ലാവർക്കും എല്ലാ തരത്തിലും സാധിക്കുന്നു എന്ന് മാത്രം. അപ്പൊ പുതിയ കാലഘട്ടത്തിലെ സൗകര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ നമ്മുടേതായ രീതിയിൽ ചിന്തിക്കുമ്പോൾ, പഴയ രീതിയിൽ ചിന്തിക്കുമ്പോൾ എവിടുന്നാണ് തർജ്ജമ, ട്രാൻസ്ലേഷൻ തുടങ്ങുന്നത്? പലപ്പോഴും രണ്ട് ആളുകൾ തമ്മിലുള്ള സംവാദത്തിൽ നിന്നാണ്. രണ്ടാളുകൾ സംവദിക്കുമ്പോൾ അതിൽ ഒരാൾക്ക് അറിയാവുന്ന ഭാഷ മറ്റേ ആൾക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. അങ്ങനത്തെ സാഹചര്യം ഉണ്ടാവാം. ഇപ്പൊ എൻ്റെയൊക്കെ ചെറുപ്പത്തില് ഉത്തരഭാരതത്തിൽ നിന്ന് വരുന്ന പല ആളുകളും ഹിന്ദി മാത്രം അറിയുന്ന ആളുകളാവാറ്. നമ്മുടെ നാട്ടിലെ പല ആളുകൾക്ക് മലയാളം മാത്രമേ അറിയുള്ളൂ, പല രംഗങ്ങളിലുള്ളവർ. അപ്പൊ അവരെ ബന്ധിപ്പിക്കാൻ നമ്മൾ ഹിന്ദിയെ ആശ്രയിക്കാറുണ്ട്, ചിലപ്പോൾ ഇംഗ്ലീഷിനെ ആശ്രയിക്കാറുണ്ട്, ചിലപ്പോഴൊക്കെ സംസ്കൃതത്തെ ആശ്രയിക്കാറുണ്ട്.
കേരളത്തിന്റെ ഒരു ഇടക്കാലത്തെ സ്ഥിതി വെച്ച് നോക്കിയാൽ സംസ്കൃതം സംസാരിക്കുന്ന സമ്പ്രദായം നമ്മുടെ ഇടയിൽ നിന്ന് കുറെ കുറഞ്ഞു പോയിരുന്നു. നല്ല സംസ്കൃത പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ പോലും അവരുടെ വിഷയം ഭംഗിയായിട്ട് സംസ്കൃതത്തിൽ കൈകാര്യം ചെയ്യും, ക്ലാസ് എടുക്കും, വാക്യാർത്ഥ സദസ്സുകളിലും മറ്റും പങ്കെടുത്ത് പ്രഗത്ഭമായ രീതിയിൽ വിഷയപ്രതിപാദനം നടത്തും, ഖണ്ഡന മണ്ഡനങ്ങളൊക്കെ നടത്തും. പക്ഷേ സാധാരണ വിഷയങ്ങൾ, സാമാന്യ വിഷയങ്ങൾ സംഭാഷണ രീതിയിൽ അവതരിപ്പിക്കാൻ പലരും വിഷമിക്കാറുണ്ട്. അവിടെയൊക്കെ ഈ തർജ്ജമയുടെ ആവശ്യം വരും. അപ്പോൾ നമ്മളെ ഇടയിൽ ഒരാളുണ്ടാവും, അയാളെ നമ്മൾ പലപ്പോഴും ദ്വിഭാഷി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ മലയാളത്തിൽ പറഞ്ഞത് നമ്മൾ സംസ്കൃതത്തിലാക്കി അപ്പുറത്തുള്ള ആൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇങ്ങനൊരു രീതി ചിലപ്പോഴൊക്കെ അവതരിപ്പിക്കേണ്ടി വരാറുണ്ട്, അവലംബിക്കേണ്ടി വരാറുണ്ട്. അവിടെ ഒരു ട്രാൻസ്ലേഷൻ നടക്കുന്നുണ്ട്, സംഭാഷണഗതമായ ട്രാൻസ്ലേഷൻ എന്നതിനെ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊന്നുണ്ട്, പ്രസംഗങ്ങൾ, പ്രഭാഷണങ്ങൾ നമ്മൾ തർജ്ജമ ചെയ്യുമ്പോൾ, ഒരാൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒപ്പം തന്നെ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമ്പ്രദായമുണ്ട്. 4 or 5 വാചകം പ്രഭാഷകൻ പറയുന്നു, ഉടനെ ആ 4-5 വാചകം ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഈ തർജ്ജമ ചെയ്യുന്ന ആള് അനുവാദം തർജ്ജമ ചെയ്ത് പറയുന്നു. ചിലപ്പോൾ പ്രഭാഷണം മുഴുവനും കഴിഞ്ഞിട്ട് അതിൻ്റെ സാരം സംഗ്രഹിച്ച് അവതരിപ്പിക്കുന്ന സമ്പ്രദായവും ഉണ്ട്. രണ്ടായാലും അവിടെ നടക്കുന്നത് ട്രാൻസ്ലേഷനാണ്, അനുവാദമാണ്. പിന്നെ എഴുതിയ വിഷയങ്ങൾ, ഇപ്പോൾ ഏതെങ്കിലും വിഷയത്തെ പ്രതിപാദിക്കുന്ന ലേഖനങ്ങൾ, അല്ലെങ്കിൽ ഗദ്യരൂപത്തിലുള്ള ഏത് വിഷയവും, കഥയായാലും ഏതെങ്കിലും വിഷയപ്രതിപാദനമായാലും പ്രസംഗ സംഗ്രഹമായാലും അതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് ഗദ്യത്തിലുള്ളത്. അവിടെ നമ്മൾ മറ്റൊന്നാണ് അവലംബിക്കുന്ന രീതി. അവിടെ കുറച്ചുകൂടി സാവകാശമുണ്ട്. സ്വയരായിട്ട് എഴുതി വേണ്ട പരിഷ്കാരങ്ങൾ വരുത്തി, എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി സംശുദ്ധമായൊരു രൂപം അവതരിപ്പിക്കാൻ സാധിക്കും. അവിടെ കുറച്ചുകൂടെ സൗകര്യമുണ്ട്. അതിനു പുറമേ ഉള്ളതാണ് പദ്യങ്ങളുടെ അനുവാദം എന്നുള്ളത്. മറ്റു ഭാഷകളിലുള്ള പദ്യങ്ങൾ സംസ്കൃതത്തിലേക്ക് പദ്യമായിട്ട് തന്നെ അനുവാദം ചെയ്യും. സംസ്കൃതത്തിലുള്ള പദ്യങ്ങൾ, കാവ്യങ്ങളും മറ്റുമൊക്കെ മലയാളം പോലെയുള്ള നമ്മുടെ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യുക എന്നുള്ളത്. അവിടെ ക്ലേശം കുറച്ചുകൂടിയുണ്ട്. കാരണം അത് പദ്യമാണ്, ഇവിടെയും പദ്യമായിട്ട് തന്നെ അവതരിപ്പിക്കാം. പലപ്പോഴും അവിടുത്തെ വൃത്തം അതുപോലെ തന്നെ നമ്മൾ ഇവിടെയും കൊണ്ടുവരേണ്ടി വരുന്നു. അപ്പൊ ഒരു വൃത്താനുവൃത്ത തർജ്ജമ, അവിടെ ആ വിഷയം മുഴുവനും ഈ തർജ്ജമയിൽ വരണം. വാക്കുകളുടെ പ്രത്യേകത 2 ഭാഷയിലും ഒരുപോലെ അല്ലെങ്കിൽ അതിനനുഗുണമായ രീതിയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തണം. ആശയം സ്പഷ്ടമാവണം. ഈ വൃത്തബദ്ധമായിട്ട് എഴുതുമ്പോൾ അത്രയും അക്ഷരങ്ങളിൽ, അത്രയും കുറച്ച് വാക്കുകളിൽ ഈ ആശയം മുഴുവനും ഒതുക്കണം. അതിൻ്റെ പ്രധാന ഭാവം നഷ്ടപ്പെടാതെ നോക്കുകയും വേണം. അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുമ്പോൾ പദ്യ വിവർത്തനം എന്നുള്ളത് കൂടുതൽ ക്ലേശകരമായിട്ടുള്ളതാണ്. അപ്പോൾ സംഭാഷണമായാലും പ്രഭാഷണമായാലും ഗദ്യമായാലും പദ്യമായാലും പ്രോസായാലും പോയട്രി ആയാലും തർജ്ജമ ചെയ്യാൻ സാധിക്കണം. സാധിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ
പ്രഗത്ഭരായിട്ടുള്ള ആചാര്യന്മാര്, കവികള്, ധാരാളം സംസ്കൃത കൃതികള് അതിൻ്റെ അന്തസത്തയ്ക്ക് ചോർച്ച വരാതെ വളരെ ഭംഗിയായിട്ട് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അതുപോലെ അത്രത്തോളം ഇല്ലെങ്കിലും മലയാളത്തിൽ നിന്ന് സംസ്കൃതത്തിലേക്കും വിവർത്തനങ്ങൾ ധാരാളം നടന്നിട്ടുണ്ട്. ഇതൊന്നും ഒരു വിഷമമുള്ള കാര്യം ആയിരുന്നില്ല അടുത്ത കാലഘട്ടം വരെ. കാരണം അന്നത്തെ വിദ്യാഭ്യാസ രീതി അത്തരത്തിലായിരുന്നു, ഭാഷാ പഠനത്തിൻ്റെ രീതി അത്തരത്തിലായിരുന്നു. അടിയുറച്ച് മുന്നോട്ട് പോകുന്നൊരു സമ്പ്രദായം. മലയാളം പഠിക്കുന്ന ആളുകൾ എല്ലാവരും നിർബന്ധമായും സംസ്കൃതം പഠിച്ചിരുന്നു. സംസ്കൃതം പഠിക്കുന്ന എല്ലാവർക്കും മലയാളം ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ രണ്ടും തമ്മിലുള്ള ആദാന പ്രദാന പ്രക്രിയ വളരെ സമർത്ഥമായിട്ട് ഇവിടെ നടന്നിരുന്നു കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ. ആ രീതിക്ക് മാറ്റം വന്നത് ഇടയ്ക്ക് ബ്രിട്ടീഷുകാരുടെ സമ്പ്രദായങ്ങൾ വന്നപ്പോഴാണ്. മലയാളികളുടെ സമ്പ്രദായം പോയി ബ്രിട്ടീഷുകാരുടെ സമ്പ്രദായം വന്നപ്പോൾ ഇംഗ്ലീഷിൽ കൂടെ പറഞ്ഞാൽ മതി, ആശയം മനസ്സിലാക്കിയാൽ മതി എന്നൊരു സ്ഥിതി വന്നു. അപ്പൊ ആശയമേ ഉള്ളൂ, ഭാഷ പിന്തള്ളപ്പെട്ടു. നമുക്ക് ഭാഷ വേണം, സംസ്കൃതവും വേണം, മലയാളവും വേണം. എന്നാലേ അത് തമ്മിലുള്ള ആദാന പ്രദാനങ്ങൾ നടക്കുകയുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തർജ്ജമകൾ വേണ്ട പോലെ നടക്കുകയുള്ളൂ. ഇംഗ്ലീഷിലാക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ് പ്രശ്നം. ഇംഗ്ലീഷും ഭംഗിയായിട്ട് അറിയണം, സംസ്കൃതവും അറിയണം. അപ്പോഴേ പരസ്പരം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഭാഷകളുടെ ഘടന പലപ്പോഴും പലതരത്തിലും വ്യത്യസ്തങ്ങളാണ്. എല്ലാ ഭാഷയുടെയും ഘടന, വാക്യരചനാ രീതി, വാക്കുകളുടെ പ്രത്യേകതകൾ, ഇതൊക്കെ ചിന്തിക്കുമ്പോൾ ചില സാജാത്യങ്ങൾ ഉണ്ടെങ്കിലും പല വ്യത്യാസങ്ങളും വൈവിധ്യങ്ങളും ഉണ്ട്. ഒരുപക്ഷെ ഭാരതീയ ഭാഷകളും സംസ്കൃതവുമായിട്ട് ഉള്ള അടുപ്പം, സുദൃഢ ബന്ധം ഇംഗ്ലീഷ് പോലുള്ള പുറമേ നിന്നുള്ള ഭാഷകൾക്ക് കാണാറില്ല, അത്ര തന്നെ കാണാറില്ല, വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ തർജ്ജമ ചെയ്യുന്ന ആളുകൾ ഇതിനെക്കുറിച്ച് തികച്ചും ബോധവാന്മാരായിരിക്കണം. എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, എങ്ങനെയാണ് വാക്യഘടന, ഓരോ വാക്കും എങ്ങനെയാണ് പ്രയോഗിച്ചിട്ടുള്ളത്, ആ വാക്കുകൾ തമ്മിൽ എങ്ങനെ യോജിച്ച് നിൽക്കുന്നു എന്ന് കൃത്യമായിട്ട് അറിയണം. തർജ്ജമ ചെയ്യുന്ന ആള് താൻ ഏത് ഭാഷയിലേക്കാണോ കൊണ്ടുവരുന്നത് ആ ഭാഷയുടെ സ്വാഭാവികമായിട്ടുള്ള പ്രയോഗ രീതിയെക്കുറിച്ച് തികച്ചും ബോധവാനായിരിക്കണം. കേട്ടപാടെ തർജ്ജമ ചെയ്യാൻ തുടങ്ങിയാൽ, ആ ഭാഷയിലെ വാക്യഘടന വെച്ചുകൊണ്ട് തർജ്ജമ ചെയ്യാൻ തുടങ്ങിയാൽ ചിലപ്പോ അബദ്ധത്തിൽ ചെന്ന് ചാടും. മുൻപൊരിക്കല് ഒരു പ്രസംഗം തർജ്ജമ ചെയ്ത ആള് പ്രസംഗകന്റെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് പറഞ്ഞു പോയിട്ട് പ്രസംഗം ചെയ്യുന്ന ആള് അത് നിർത്തൂ എന്ന് പറഞ്ഞ അനുഭവം എനിക്കുണ്ട്, കണ്ട അനുഭവമുണ്ട്. ഈ തർജ്ജമ വേണ്ട, ഞാൻ പറയണത് നേരിട്ട് മനസ്സിലാക്കാവുന്ന ആളുകൾ മനസ്സിലാക്കുന്ന തരത്തിൽ മനസ്സിലാക്കട്ടെ, ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു സംഗ്രഹം നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് മനസ്സിലായി സദസ്സിൽ നിന്നുള്ള പ്രതിക്രിയ കണ്ടപ്പോൾ ട്രാൻസ്ലേഷൻ ശരിയാവണില്ല എന്ന്. അങ്ങനെ ആവാൻ പാടില്ല, അതിനോട് നീതി പുലർത്താൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ഭാഷാഘടന കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഒരു ഭാഷയിലുള്ള രീതി ആവില്ല ചില കാര്യങ്ങളിൽ മറ്റൊരു ഭാഷയിൽ. ഇപ്പൊ നമ്മള് സീത സ്കൂളിലേക്ക് പോകുന്നു എന്ന് പറയണം.
സീത ഗോസ് ടു ദ സ്കൂൾ എന്ന് നമ്മൾ പറയും. സീത ആണ് പോകുന്ന ആള്. അതുകൊണ്ട് ആ വാക്ക് കർത്തൃവാചകമായ പദം, കർത്താവ്, മുൻപിൽ പ്രയോഗിച്ചിരിക്കുന്നു. ഗോസ് ടു, ഗോസ് പോകുന്നു, വർത്തമാന ക്രിയയാണ്. ക്രിയ പ്രയോഗിച്ചിരിക്കുന്നു രണ്ടാമതായിട്ട്. എവിടേക്കാണ് പോകണമെന്ന് ഒടുവിൽ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ആദ്യം കർത്താവ്, പിന്നെ ക്രിയ, പിന്നെ എവിടേക്ക് പോകുന്നു എന്നുള്ളത്. ഈ രീതിയിലാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. സീത ഗോസ് ടു ദ സ്കൂൾ എന്നാണ് പറയുന്നത്. അത് സംസ്കൃതത്തിലേക്ക് കൊണ്ടുവരുമ്പോ സീത, സീത തന്നെ. ഗോസ് എന്നുള്ളത് നമുക്ക് ഗച്ഛതി എന്ന് പറയാം. ഗച്ഛതി. വിദ്യാലയത്തിലേക്ക്, വിദ്യാലയം. സീത ഗച്ഛതി വിദ്യാലയം എന്ന് പറയാം. വാക്ക് ശരിയാണ്, അർത്ഥം ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ സംസ്കൃതത്തിന്റെ സ്വാഭാവികമായിട്ടുള്ളൊരു ശൈലി നോക്കുകയാണെങ്കിൽ സീത വിദ്യാലയം ഗച്ഛതി എന്നാണ് പറയേണ്ടത്. സീത വിദ്യാലയത്തിലേക്ക് പോകുന്നു എന്നാണ് പറയേണ്ടത്. മലയാളത്തിൽ വരുമ്പോഴും ഇതേ ക്രമം. സീത വിദ്യാലയം ഗച്ഛതി, സീത വിദ്യാലയത്തിലേക്ക് പോകുന്നു. ഇംഗ്ലീഷിലും വാക്ക് ശരിയാണ്, പക്ഷേ ഗോസ് എന്നുള്ളത് നമ്മൾ സീത എന്ന് കഴിഞ്ഞ ഉടനെ തന്നെ പറയുന്നു. സീത ടു ദി സ്കൂൾ ഗോസ് എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ആ ഭാഷയുടെ ഘടന അങ്ങനെയാണ്, ഈ ഭാഷകളുടെ ഘടന ഇങ്ങനെയാണ്. അപ്പൊ ഏത് ഭാഷയിലാണോ നമ്മൾ അനുവാദം ചെയ്യുന്നത് ആ ഭാഷയുടെ ഘടനയിലേക്ക് മാറ്റി എടുക്കേണ്ടതായിട്ട് വരും. സ്വാഭാവികമായിട്ടും നമ്മൾ മാറ്റിയെടുക്കുക തന്നെ വേണം എന്നർത്ഥം. ഇത് കൂടാതെ കഴിയില്ല. സംസ്കൃതത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പൊ സീത എന്ന് നമ്മൾ നൗണാണ്, നാമപദമാണ്. ആ നാമപദത്തെ, കർത്താവായിട്ടുള്ള നാമപദത്തെ ഏത് വിഭക്തിയിൽ പ്രയോഗിക്കണം എന്ന് അറിയണം. അത് പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് നമ്മൾ അന്വേഷിക്കണം, അറിയണം. ചില സ്ഥലത്ത് ഇപ്പൊ ഗച്ഛതി പോലെയുള്ള ക്രിയ ആവില്ല ഉപയോഗിക്കുന്നത്. ഗതവാൻ, ഗതവതി എന്നൊക്കെ നമ്മൾ പ്രയോഗിക്കുന്നു, പോയി എന്നുള്ള അർത്ഥത്തിൽ. അഗച്ഛത് എന്ന് പറയുന്നതിന് പകരം ഗതവാൻ എന്ന് പറയും. അപ്പൊ ഗതവാൻ എന്നുള്ളത് പുല്ലിംഗമാണ്, ഗതവതി എന്നുള്ളത് സ്ത്രീലിംഗമാണ്. അത് കർത്താവിനെ അനുസരിച്ച് നമ്മൾ ഉണ്ടാക്കിയ മാറ്റാണ്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കിന്റെ ലിംഗം ഏതാണെന്ന് അറിയണം. പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ നപുംസകലിംഗമാണോ എന്ന്. മാസ്കുലിൻ, ഫെമിനിൻ, ന്യൂട്രൽ ജെൻഡേഴ്സ് ഉണ്ട്. അതിലേതാണെന്ന് നമ്മൾ അന്വേഷിച്ച് അറിയണം. അതനുസരിച്ചിട്ടാണ് പലപ്പോഴും പ്രയോഗം വേണ്ടി വരും. ഏത് വിഭക്തിയിലാണ് പ്രയോഗിക്കേണ്ടത് എന്നാണ്. എല്ലാ സ്ഥലത്തും എല്ലാ നാമപദങ്ങളും ഒരേപോലെ പ്രയോഗിച്ചാൽ പോരാ. ഇപ്പൊ സീത, സീതയെ, സീതയുടെ, സീതയിൽ നിന്ന് എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും, മാറ്റി മാറ്റി പറയേണ്ടി വരും. മാറ്റാതെ നിവൃത്തിയില്ല. ഏത് ഭാഷയിലും അതുണ്ട്, മാറ്റണം. സീത, സീതയെ, സീതയുടെ എന്നൊക്കെ നമ്മളും പറയാറില്ലേ. അപ്പൊ ഏത് ഭാഷയിലും ഈ മാറ്റമുണ്ട്. സഹ, തസ്യ, തസ്മൈ എന്ന് പറയാൻ നിവൃത്തിയില്ല. എല്ലാദിക്കലും സഹ സഹ എന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ. എല്ലാദിക്കലും ഹി ഹി എന്ന് പറഞ്ഞാൽ മതിയോ? അല്ലെങ്കിൽ ഷീ എന്ന് പറഞ്ഞാൽ പോരാ. ഹി, ഹിസ്, ഹിം എന്നൊക്കെ നമ്മൾ മാറ്റി പറയാറുണ്ട് മറ്റു ഭാഷകളിലും.
പക്ഷെ അവിടെയൊക്കെ ഹി എന്നുള്ളതിന്റെ ഇന്ന വിഭക്തിയാണ് ഹിം, ഇന്ന വിഭക്തിയാണ് ഹിസ് എന്നൊന്നും നമ്മൾ പറഞ്ഞ് പഠിക്കാറില്ല എന്ന് മാത്രം. സ്വാഭാവികമായിട്ട് നമുക്ക് പ്രയോഗത്തിലൂടെ അത് അറിയണം. സംസ്കൃതത്തിലും അങ്ങനെ സ്വാഭാവികമായിട്ട് അറിയുന്ന രീതിയാണ് പണ്ട് ഉണ്ടായിരുന്നത്. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച ഭാഷാ പഠനത്തിലെ വ്യത്യാസം കൊണ്ട് വന്ന ഒരു വിഷമമാണ്. സ്വാഭാവിക രീതിയിൽ സംഭാഷണത്തിലൂടെ പഠിച്ചു വരുമ്പോൾ വായിൽ സ്വാഭാവികമായിട്ട് തസ്യ, തസ്മൈ, തസ്മാൽ, തസ്മിൻ എന്നൊക്കെ വരും. അപ്പൊ അന്വേഷിച്ച് ആലോചിച്ച് അവിടെ ദ്വിതീയ വേണോ, തൃതീയ വേണോ, പഞ്ചമി വേണോ, ഷഷ്ടി വേണോ എന്ന് അന്വേഷിച്ച് ആ രൂപം ആലോചിച്ച് കണ്ടെടുത്ത് വരേണ്ട പാടൊന്നുമില്ല. സ്വാഭാവികമായിട്ട് വായിൽ വരും എന്നുള്ളതാണ് അതിൻ്റെ രീതി. ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് സംസ്കൃതത്തിലേക്ക് മാറ്റുമ്പോൾ ഓരോ വാക്കും പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ നപുംസകലിംഗമാണോ എന്ന് അറിയേണ്ടി വരും, നാമപദങ്ങളും വിശേഷണങ്ങളുമൊക്കെ. അതുപോലെ അതിൽ ഏത് വിഭക്തിയാണ് എന്നറിയേണ്ടി വരും, ഏത് വചനമാണ് എന്നറിയേണ്ടി വരും. വചനം അനുസരിച്ചും വ്യത്യാസം വരും. ഏകവചനം, ദ്വിവചനം, ബഹുവചനം, സിംഗുലർ, പ്ലൂരൽ എന്നുള്ള രണ്ട് വചനങ്ങളെ മറ്റ് ഭാഷകളിലുള്ളൂ. പ്രാചീന ഭാഷയായ സംസ്കൃതത്തില് അതിനിടയില് ദ്വിവചനം, ഡ്വൽ നമ്പർ കൂടിയുണ്ട്. ഒന്നിനെ സൂചിപ്പിക്കാനും അനേകം എണ്ണത്തെ സൂചിപ്പിക്കാനും ഉള്ള രണ്ട് വചനങ്ങൾക്കിടയിൽ രണ്ടിനെ സൂചിപ്പിക്കാൻ ദ്വിവചനം കൂടി നമുക്കുണ്ട്. ആ പ്രത്യേകത കൂടി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പോകണം. അപ്പോൾ വചനത്തിനെ കുറിച്ച് നമുക്ക് ബോധം വേണം. അപ്പൊ ലിംഗം അറിയണം, വിഭക്തി അറിയണം, വചനം അറിയണം. മറ്റൊരു പ്രത്യേകതയുള്ളത് വാക്കുകളുടെ രൂപങ്ങൾ കുറച്ച് മാറ്റം വരും. എല്ലാ ഭാഷയിലും ഉണ്ടത്. ഇപ്പോ ഹിസ് എന്ന് പറയണത് പോലെ ഷിസ് എന്ന് പറയാറില്ലേ? രാമന്റെ എന്ന് പറയണ പോലെ സീതന്റെ എന്ന് പറയാറില്ലേ? രാമന്റെ, സീതയുടെ. വേദഭാഷയിലുണ്ട് വ്യത്യാസം, ലിംഗം അനുസരിച്ചും മറ്റുമൊക്കെ. അതുപോലെ സംസ്കൃതത്തിലും വ്യത്യാസം വരും. അന്തം അനുസരിച്ച് വ്യത്യാസവും വരും. അന്തം എന്ന് പറയുമ്പോൾ ഓരോ വാക്കും ഏത് അക്ഷരത്തിലാണ് അവസാനിക്കുന്നത് എന്നുള്ളത്. രാമ എന്ന് പറയുമ്പോൾ ഒടുക്കമുള്ളത് മ അധികം ആ ആണ്, മ പ്ലസ് ആ. അപ്പൊ ലാസ്റ്റ് സിലബിൾ എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം, ആ ആണ് അവസാനിക്കുക. മ അധികം ആ, അപ്പൊ ആ ആണത്. അപ്പൊ രാമ എന്ന ശബ്ദത്തിനെ നമുക്ക് അകാരാന്തം എന്ന് പറയാം, ആ യിൽ അവസാനിക്കുന്ന വാക്ക്. സീത എന്ന് പറയുമ്പോൾ ത് പ്ലസ് ആ ആണ്. അവിടെ അന്തത്തിലുള്ളത് ആ ആണ്, ദീർഘമായ അകാരമാണ്. അപ്പൊ അതിനെ നമ്മൾ ആകാരാന്തം എന്ന് പറയണം. കവി എന്ന് പറയുമ്പോൾ അത് ഈകാരാന്തമാണ്. നദി എന്ന് പറയുമ്പോൾ അത് ഈകാരാന്തമാണ്. മാതൃ എന്ന് പറയുമ്പോൾ ഋകാരാന്തമാണ്. പിതൃ എന്ന് പറയുമ്പോൾ ഋകാരാന്തമാണ്. മരുത് എന്ന് പറയുമ്പോൾ ത് തകാരാന്തമാണ്. രാജ്യന് എന്ന് പറയുമ്പോൾ ന് നകാരാന്തമാണ്. ഇതാണ് അന്തം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ നാമപദത്തിന് നമുക്ക് 4 കാര്യങ്ങളുണ്ട്: അന്തം, ലിംഗം, വിഭക്തി, വചനം. ഇതുകളെ കുറിച്ചൊരു സാമാന്യ ബോധം ഉണ്ടായാലാണ് യഥാസമയം യഥായോഗ്യം ഉചിത പദങ്ങൾ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ ആലോചിച്ച് കണ്ടുപിടിച്ച് തർജ്ജമ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇതിനെക്കുറിച്ചൊരു നല്ല ബോധം ഉള്ളിലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സമയോചിതമായ ഉചിത പദം നമുക്ക് കിട്ടിയിരിക്കും എന്നർത്ഥം. അതിനുവേണ്ടി വലിയൊരു പരിശ്രമമൊന്നും നടത്തേണ്ടി വരില്ല. നേരത്തെയുള്ള നമ്മുടെ അറിവിന്റെ വെളിച്ചത്തിൽ, ഉറപ്പിന്റെ വെളിച്ചത്തിൽ ഇത് കിട്ടുക തന്നെ ചെയ്യും. ഇതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട പ്രത്യേകമായിട്ടുള്ള കാര്യം.
അപ്പൊ രാമ എന്നതിന്റെ ഷഷ്ടിയാക്കണമെങ്കിൽ രാമസ്യ എന്നാണ് വേണ്ടത്. സീത എന്നതിനെ ഷഷ്ടിയാക്കണമെങ്കിൽ സീതായാഹ എന്നാണ് വേണ്ടത്. സഹ് എന്നുള്ളതിന്റെ ദ്വിതീയാക്കുമ്പോ തം എന്നാണ് വരേണ്ടത്, സം അല്ല. അപ്പൊ നമുക്കിത് അറിയണം, നമുക്ക് തറായിരിക്കണം, ആ വാക്കുകൾ നമുക്ക് പരിചിതമായിരിക്കണം. സഹ തൗ തേ, തം തൗ താൻ, തേന താഭ്യാം തൈഹി, തസ്മൈ താഭ്യാം തേഭ്യ, തസ്മാത് താഭ്യാം തേഭ്യ, തസ്യ തയോഹ തേഷാം, തസ്മിൻ തയോഹ തേഷു എന്ന് 7 വിഭക്തികളിലെ രൂപമുണ്ടാവും. ഈ രൂപം നമുക്ക് ഒരു സാമാന്യമായിട്ട് ഉള്ളിലുണ്ടെങ്കിൽ ഒരു ശങ്കയും കൂടാതെ ഏത് വിഭക്തിയിലെ ഏത് വചനത്തിലുള്ള രൂപവും യഥേഷ്ടം എടുത്ത് പ്രയോഗിക്കാൻ സാധിക്കും. അപ്പൊ ഒരു ആശയം ഉള്ളിലുണ്ടാവണം. അതിനാണ് പഴയ ആളുകൾ മോഡലായിട്ടുള്ള, മാതൃകയായിട്ടുള്ള ഏതാനും ശബ്ദങ്ങൾ കാണാപ്പാഠം പഠിച്ചു വെക്കാൻ പറഞ്ഞത്. അത് പഠിച്ചു വെച്ചാൽ അത് വെച്ചുകൊണ്ട് ബാക്കിയുള്ളതൊക്കെ ഊഹിക്കാവുന്നതാണ്. രാമേണ എന്ന് നമുക്ക് അറിയാമെങ്കിൽ കൃഷ്ണേന എന്ന് നമുക്ക് പറയാൻ സാധിക്കും, ബാലേന എന്ന് പറയാൻ സാധിക്കും, വൃക്ഷേണ എന്ന് പറയാൻ സാധിക്കും. ഒന്ന് നമുക്കറിയാം, അതേപോലെയാണെന്ന് ഊഹിക്കാൻ സാധിക്കും. ഒരു അകാരാന്തത്തില് രാമേ എന്നാണ് ഷഷ്ടി സപ്തമി ഏകവചനമെങ്കിൽ, സപ്തമി ഏകവചനത്തിലെ രൂപം അതാണെങ്കിൽ വേറെ ഏത് അകാരാന്തം കിട്ടുമ്പോഴും നമുക്ക് പറയാം രാമേ എനിക്കറിയാം, അതുപോലെ തന്നെയാണ് കൃഷ്ണേ, ഗോപാലേ, ഗോവിന്ദേ, വൃക്ഷേ, വനേ, വിദ്യാലയേ, ഏത് പറഞ്ഞാലും സപ്തമി ഏകവചനം അങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ ഈ വക കാര്യങ്ങൾ അറിയുമെങ്കിൽ തർജ്ജമ വളരെ എളുപ്പമാവും എന്നർത്ഥം. ഇതാണ് നാമപദങ്ങളുടെയും വിശേഷണങ്ങളുടെയും കാര്യത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതായി. അതുപോലെ തന്നെ നമ്മൾ ക്രിയാപദത്തിലേക്ക് വരുമ്പോൾ ക്രിയാപദത്തിലും ഒരുപാട് ഭേദങ്ങളാണ്. നമുക്ക് എല്ലാ സ്ഥലത്തും വർത്തമാനകാലം പ്രയോഗിച്ചാൽ പോരാ. എല്ലാ ദിക്കിലും പ്രസന്റ് ടെൻസ് അല്ല. ചിലപ്പോൾ ഭൂതകാലം പറയണ്ടേ, പാസ്റ്റ് ടെൻസ് വേണം, പാസ്റ്റ് ആയതിനെ സൂചിപ്പിക്കാൻ. അതുപോലെ വരാൻ പോകുന്നതിനെ സൂചിപ്പിക്കാൻ ഭാവി കാലം, ഭവിഷ്യൽക്കാലം വേണം, ഫ്യൂച്ചർ ടെൻസ് വേണം. അപ്പൊ പ്രസന്റ് ടെൻസും വേണം, അതുപോലെ പാസ്റ്റ് ടെൻസും വേണം, അതുപോലെ ഫ്യൂച്ചർ ടെൻസും വേണം. എല്ലാ ഭാഷയിലും അതുണ്ട്. പോകുന്നു, പോയി, പോക്കും എന്ന് നമ്മൾ പറയണം. എല്ലാ ദിക്കിലും പോകുന്നു പോകുന്നു എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഗോസ് എന്ന് മാത്രം പറഞ്ഞാൽ പറ്റില്ലല്ലോ. വെന്റ് എന്ന് പറയേണ്ടോടത്ത് അത് തന്നെ പറയണം. വിൽ ഗോ, ഷാൾ ഗോ എന്ന് പറയേണ്ടി വരും. അപ്പോ ടെൻസ് ഇഷ്ടാനുസാരേണ നമുക്ക് മാറ്റാൻ സാധിക്കണം. സംസ്കൃതത്തിലെ ഒരു വലിയ സൗകര്യം എന്താണെന്ന് വെച്ചാൽ ക്രിയാപദങ്ങളൊക്കെ വരുന്നത് ഏതെങ്കിലും ധാതുവിൽ നിന്നാണ്. ധാതു, റൂട്ട്, ഒരുപാട് റൂട്ട്സ് ഉണ്ട്. 2000 2200 അതിലധികമോ ഒക്കെ റൂട്ട്സ് ഉണ്ടെന്നാണ് ശാസ്ത്രം പറയുന്നത്. അതുകളിൽ നിന്ന് ഇഷ്ടം പോലെ നമുക്ക് പദങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇപ്പൊ ഭൂധാതുവിൽ നിന്ന് നമ്മൾ ഭവതി എന്ന് വർത്തമാനകാലത്തില് രൂപം ഉണ്ടാക്കുന്നു. അതുപോലെ അഭവത് എന്ന് ഭവതി വർത്തമാനകാലത്തിൽ പറഞ്ഞ പോലെ അഭവത് എന്ന് ഭൂതകാലത്തിലെ രൂപമായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ബഭൂവാന്നോ അഭൂത് എന്നൊക്കെ ആവാം, അഭവത് എന്ന് പറയാം സാമാന്യമായിട്ട്. അതേപോലെ ഫ്യൂച്ചർ ടെൻസിൽ ഭാവി കാലത്തിൽ ഭവിഷ്യതി, ഭവിത എന്നൊക്കെ നമുക്ക് പ്രയോഗിക്കാൻ സാധിക്കും. അപ്പൊ ഇതൊക്കെ ഭവതി ആയാലും അഭവത് ആയാലും ഭവിഷ്യതി ആയാലും അതെല്ലാം വരുന്നത് ഒരു റൂട്ടിൽ നിന്നാണ്, ഏതെങ്കിലും ഒരു ധാതുവിൽ നിന്നാണ്. ആ ധാതുവിനെ മുൻനിർത്തിക്കൊണ്ടാണ് എല്ലാ ക്രിയാപദങ്ങളും വന്നിട്ടുള്ളത്, വരുന്നത്. അതിനെക്കുറിച്ചൊരു ബോധം ഉണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ വിവിധ രൂപങ്ങളിലേക്ക് സ്വാഭാവികമായിട്ടും
എത്താൻ സാധിക്കും. ഒരാൾ പ്രസംഗിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഏത് ധാതുവാണ്, അതിൻ്റെ ഏത് ലകാരമാണ് എന്നൊക്കെ ആലോചിച്ചുണ്ടാക്കലല്ല പറയണത്. സ്വാഭാവികമായിട്ട് വരണം. പക്ഷെ അതിൻ്റെ പിന്നിലുള്ള തത്വം നമ്മൾ അറിഞ്ഞിരിക്കണം. ഏതർത്ഥത്തിലാണ് ഇവിടെ ഈ പ്രയോഗം നടത്തിയിട്ടുള്ളത് എന്ന്. അപ്പൊ ക്രിയാപദങ്ങളിൽ എന്തൊക്കെയുണ്ടെന്നും സാമാന്യമായിട്ട് നമുക്ക് ചിന്തിക്കാം. കുറെ ആളുകളെങ്കിലും പുതിയ ആളുകളുണ്ട്, ഇതൊന്നും വേണ്ടത്ര പഠിച്ചിട്ടില്ലാത്ത ആളുകളെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ പറയണത്. സാറെന്താ ഒന്നും അറിയാത്ത ആളുകളോട് സംസാരിക്കും പോലെ സംസാരിക്കണമെന്ന് വിചാരിക്കരുത്, വിഷമം തോന്നരുത്. പരിചയമില്ലാത്തവരും കൂടി ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പറയുകയാണ്. ക്രിയാപദങ്ങള് ഞാൻ പറഞ്ഞു ധാതുക്കളുണ്ട്, റൂട്ട് ഉണ്ട്. ഇപ്പൊ ഭൂ എന്ന ധാതുവിൽ നിന്നാണ് ഭവതി, ഭവിഷ്യത്തി, അഭവത്, അഭൂത്, ബഭൂവ എന്നൊക്കെയുള്ള രൂപങ്ങൾ ഉണ്ടാവണതെന്ന് പറയാം. ഇതുപോലെ ഒരുപാട് ധാതുക്കളുണ്ട്. ആ ധാതുവിനോട് സന്ദർഭോചിതമായിട്ട് അതാത് കാലസൂചകങ്ങളായ, അതുപോലെ വചന സൂചകങ്ങളും മറ്റുമായ അംശങ്ങൾ ചേർത്തിട്ട് നമ്മൾ രൂപഭേദങ്ങൾ ഉണ്ടാക്കുന്നു. എഫിക്സ്, എന്തെങ്കിലും പ്രത്യയങ്ങൾ അതിനോട് ചേർത്ത് രൂപം മാറ്റി മാറ്റി എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. വർത്തമാനകാലത്തിന് യോജിച്ച പ്രത്യയങ്ങൾ ചേർത്താൽ വർത്തമാനകാലത്തിലെ രൂപമാവും. ഭൂതകാലത്തിന് പറ്റുന്നത് ചേർത്താൽ ഭൂതകാലമാവും. അങ്ങനെ മാറ്റിയെടുക്കുക. ഏകവചനത്തിന് പറ്റുന്നത് ചേർത്താൽ ഏകവചനാക്കാം, ബഹുവചനത്തിന് പറ്റുന്നത് ചേർത്താൽ ബഹുവചനമാക്കാം. ഇങ്ങനെയാണ് രൂപം ഉണ്ടായിട്ട് വരുന്നത്. ഇപ്പൊ പ്രത്യേകമായിട്ട് പറയുമ്പോൾ എന്തൊക്കെയാണ് ക്രിയാപദത്തിലുള്ളത് എന്നൊന്ന് സാമാന്യമായിട്ട് ആലോചിച്ച് നോക്കുക. ഒന്നാമതുള്ളത് ധാതുവാണ് പറഞ്ഞു. ധാതുക്കളിൽ നിന്ന് പലതരത്തിലുള്ള രൂപങ്ങൾ ഉണ്ടാവും. പലതരത്തിലുള്ള രൂപങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ട് പരിചയമുള്ള പല ശബ്ദങ്ങളും ഉണ്ട്. ഇപ്പൊ ഭവതി, കരോതി, പചതി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒക്കെ ഒരേപോലെ പചതി, ധാവതി, ക്രീഡതി, ഗായതി, ഗച്ഛതി, തീ തീ എന്നാണ് കേൾക്കുന്നത്. വേറെ ചിലതിൽ അങ്ങനെയല്ല കേൾക്കുന്നത്. വന്ദത്തെ, ഏധത്തെ, വിദ്യത്തെ, വർത്തത്തെ, ഭജത്തെ എന്നൊക്കെ പറയും. അപ്പൊ തേ 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 എന്നാണ്. ഇത് രണ്ടും രണ്ട് രീതിയാണ്. ഒരേ ടെൻസ്, പക്ഷെ രണ്ട് രീതിയിൽ വരാം. ഇതിൽ ആദ്യത്തെ രീതിയെ നമ്മൾ പരസ്മൈപദികൾ എന്നാണ് വ്യാകരണ ശാസ്ത്രത്തിൽ പറയുക. പരസ്മൈപദികളായ രൂപങ്ങളൊക്കെ പരസ്മൈപദിയായ ധാതുവിൽ നിന്ന് വരുന്ന രൂപം. അതിനൊക്കെ പ്രഥമ പുരുഷനിലെ ആദ്യത്തിൽ നമ്മൾ കേൾക്കുന്നത് തീ 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 എന്നാണ്. ഭവതി, ഗച്ഛതി, ക്രീഡതി, ധാവതി എന്നാണ് കേൾക്കുന്നത്. വേറെ ചിലത് ആത്മനേപദികളാണ്. അതിൽ നമ്മൾ കേൾക്കുന്നത് തേ തേ എന്നാണ്. ഏധത്തെ, വന്ദത്തെ, വിദ്യത്തെ എന്നൊക്കെ. ഇങ്ങനെ രണ്ട് ഭേദമുണ്ട്. അപ്പൊ ഏത് പദിയാണെന്ന് ചോദിച്ചാൽ പരസ്മൈപദിയാണോ ആത്മനേപദിയാണോ എന്നുള്ള ചിന്ത വരുന്നു. ചില ധാതുക്കളിൽ നിന്ന് എല്ലാ രൂപങ്ങളും പരസ്മൈപദിയാണ്. ചില ധാതുക്കളുടെ എല്ലാ രൂപങ്ങളും ആത്മനേപദിയാണ്. ചിലതില് പരസ്മൈപദമായിട്ടും ആത്മനേപദമായിട്ടും രൂപം വരാം. പചതി എന്നും വരാം, പചത്തെ എന്നും വരാം, കരോതി എന്നും വരാം, കുരുതേ എന്നും വരാം. അപ്പൊ ചില ധാതുക്കള് പരസ്മൈപദിയാണ്, അതിൽ നിന്ന് പരസ്മൈപദിയായിട്ട് മാത്രമേ രൂപം വരൂ. ചിലത് ആത്മനേപദികളാണ്, അതിൽ നിന്ന് ആത്മനേപദമായിട്ട് മാത്രമേ രൂപം വരുള്ളൂ. ചിലത് ഉഭയപദികളാണ്, അതിൽ നിന്ന് പരസ്മൈപദ രൂപങ്ങളും വരാം, ആത്മനേപദ രൂപങ്ങളും വരാം എന്നർത്ഥം. അപ്പം ധാതു, പദം എന്ത് പദിയാണെന്നുള്ളത്. പിന്നെ വിഭക്തികൾ പറഞ്ഞല്ലോ നമ്മൾ നാമപദങ്ങൾക്ക്. അതുപോലെ ഇവിടെ 3 പുരുഷന്മാരുണ്ട്. 3 പുരുഷന്മാര്: പ്രഥമ പുരുഷൻ, മധ്യമ പുരുഷൻ, ഉത്തമ പുരുഷൻ. ഇങ്ങനെ 3 പുരുഷന്മാർ. പ്രഥമ പുരുഷൻ, മധ്യമ പുരുഷൻ, ഉത്തമ പുരുഷൻ.
പ്രഥമ പുരുഷൻ കൊണ്ട് പറയേണ്ടത് സാധാരണ എല്ലാവരെയാണ്. ഗച്ഛതി എന്ന് പറഞ്ഞാൽ ആര് പോകുമ്പോഴും അത് പറയാം. സീതാ ഗച്ഛതി, രാമ ഗച്ഛതി എന്ന് പറയുന്നു, മാറ്റി പറയും. സഹ ഗച്ഛതി, സാ ഗച്ഛതി എന്ന് പറയും. നീ പോകുന്നു എന്നാണെങ്കിൽ ത്വം എന്നാണ് സംസ്കൃതത്തിലെ പദം. ത്വം ഗച്ഛസി എന്ന് പറയാം. മധ്യമ പുരുഷൻ പറയാം. അതുപോലെ ഞാൻ പോകുന്നു എന്നാണെങ്കിൽ ഉത്തമ പുരുഷൻ പറയണം, ഗച്ഛാമി എന്ന് പറയും. അപ്പോ സ ഗച്ഛതി, അല്ലെങ്കിൽ സീത ഗച്ഛതി, അല്ലെങ്കിൽ രാമ ഗച്ഛതി, അങ്ങനെ പറഞ്ഞാൽ മതി. ത്വം ആണെങ്കിൽ ത്വം ഗച്ഛസി, അഹം ആണെങ്കിൽ അഹം ഗച്ഛാമി. ഈ പുരുഷഭേദമുണ്ട്. ഈ ഭേദമൊക്കെ മറ്റു ഭാഷകളിലും ശരിക്കും ഉണ്ട്. ഇംഗ്ലീഷിലും ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സണും തേർഡ് പേഴ്സണും ഉണ്ട് വ്യാകരണ പ്രകാരം. പക്ഷെ നമ്മുടെ ക്രമവും അവരുടെ ക്രമവും കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സണും തേർഡ് പേഴ്സണും അവരുടെ ക്രമം നേരെ മാറിച്ചാണ്. നമ്മൾ ഫസ്റ്റ് പേഴ്സൺ, പ്രഥമ പുരുഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷയിലെ തേർഡ് പേഴ്സണാണ്. സെക്കൻഡ് തന്നെ. നമ്മുടെ ഉത്തമ പുരുഷനാണ്, മൂന്നാമത്തേതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് പേഴ്സൺ. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് അവരും നമ്മളും തമ്മിൽ. തേർഡ്, സെക്കൻഡ്, ഫസ്റ്റ് എന്ന അവരുടെ ഓർഡർ. നമ്മുടെ കണക്ക് പറഞ്ഞാൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന് പറയുന്നത് പ്രഥമ പുരുഷ, മധ്യമ പുരുഷ, ഉത്തമ പുരുഷ എന്ന് പറയും. പറഞ്ഞു വന്നത് എല്ലാ ഭാഷകൾക്കും ഇതൊക്കെ ഉണ്ടെന്നാണ് പറയണത്. അപ്പോ ക്രിയാപദങ്ങൾക്ക് ധാതു ഉണ്ട്, ലകാരമുണ്ട്, പുരുഷനുണ്ട്, അതുപോലെ വചനമുണ്ട്. വചനം നേരത്തെ പറഞ്ഞ പോലെ ഏകവചനവും ദ്വിവചനവും ബഹുവചനവുമാണ്. അവൻ, അവർ, രണ്ടുപേർ, അവർ എന്ന് നമ്മൾ സഹ, തൗ, തേ എന്ന് പറയുന്നു. ഏകവചനവും ദ്വിവചനവും ബഹുവചനവും. അപ്പോ പോകുന്നു എന്നുള്ള ക്രിയാപദം ഇതിനോട് ചേർത്ത് പ്രയോഗിക്കുമ്പോൾ ഈ കർത്താവിനനുസരിച്ച് മാറ്റം നമ്മൾ വരുത്തണം. സഹ ഗച്ഛതി, തൗ ഗച്ഛതഃ, തേ ഗച്ഛന്തി എന്ന് കർത്താവിനെ അനുസരിച്ച് ഏകവചനവും ദ്വിവചനവും ബഹുവചനവുമാക്കി മാറ്റി പറയേണ്ട ബാധ്യത നമ്മുടേതാണ്. അപ്പൊ ധാതു ഉണ്ട്, കാലം ഉണ്ട്, പുരുഷനുണ്ട്, പ്രഥമ പുരുഷൻ, മധ്യമ പുരുഷൻ, ഉത്തമ പുരുഷൻ എന്ന് വചനവും ഉണ്ട്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചതാണ്. കാലം സൂചിപ്പിക്കുന്നത് ധാതു, കാലം, പുരുഷൻ, വചനം എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അതുപോലെ പതി, പരസ്മേപതിയാണോ ആത്മനേപതിയാണോ? ഇപ്പൊ ആകെ നോക്കിയാൽ 5 കാര്യമുണ്ടെന്ന് പറയാം. 1 ധാതു, 2 പതി, പരസ്മേപതിയാണോ ആത്മനേപതിയാണോ ഈ പ്രത്യേക രൂപം എന്നുള്ളത്, ഭവതി പോലെയാണോ വന്ദത്തെ എന്നതുപോലെയാണോ എന്ന്. പിന്നെ പ്രഥമ പുരുഷൻ ഏത് കാലമാണ്, വർത്തമാനമാണോ ഭാവിയാണോ ഭൂതമാണോ എന്ന്. അതിനെയാണ് നമ്മൾ ലകാരം എന്ന് പറയുന്നത്. ഞാനത് പിന്നീട് വിവരിച്ചു തരാം. കാലം മൂന്നാമത് പറയുന്നത് കാലം, നാലാമത് പുരുഷൻ, പ്രഥമ പുരുഷനാണോ മധ്യമ പുരുഷനാണോ ഉത്തമ പുരുഷനാണോ എന്നുള്ളത്. അതും കഴിഞ്ഞിട്ടാണ് ഏകവചനമാണോ ദ്വിവചനമാണോ ബഹുവചനമാണോ എന്നുള്ള കാര്യം. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് ക്രിയാപദങ്ങളെ നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇപ്പൊ ഇതിൽ ലകാരം എന്ന് പറഞ്ഞത് ക്രിയാപദങ്ങളെ അതിൻ്റെ കാലത്തിനനുസരിച്ച് വേർതിരിക്കുന്ന ഘടകമാണെന്ന് മനസ്സിലാക്കാം. ലകാരം എന്നാണ് അതിന് സംസ്കൃതത്തിലെ പേര്. സംസ്കൃതത്തിലെ പേരുകളൊക്കെ വളരെ എളുപ്പമാണ്. ലകാരം എന്ന് പറഞ്ഞാൽ എന്താ? ല എന്ന അക്ഷരം എന്നാണ്. ആ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളുടെയൊക്കെ പേര് ല എന്ന് തുടങ്ങുന്നതാണ്. ഒരേപോലെ പേരാണ്. ചില അച്ഛനമ്മമാര് പേരിടുമ്പോൾ മക്കളുടെയൊക്കെ പേരിന്റെ ആദ്യത്തെ അക്ഷരം ഒന്നാവണം എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യാറില്ലേ?
അതുപോലെയാന്ന് വിചാരിക്കുക. ഈ 10 കുട്ടികളുണ്ട്, 10 ലകാരങ്ങൾ. അവർക്കൊക്കെ ല എന്ന് തുടങ്ങുന്ന പേരാ. അതുകൊണ്ടാണ് അവയെ നമ്മൾ ലകാരങ്ങൾ എന്ന് പറയുന്നത്. ലട്ടും ലങ്ങും ലൃട്ടും ലിട്ടും ലുട്ടും ലൃട്ടും ലോട്ടും ലിങ്ങും ലൃങ്ങും ഒക്കെയാണത്. ഇപ്പൊ ല എന്ന് തുടങ്ങുന്ന പേരുകളുള്ള 10 എണ്ണമാണ് ഉള്ളത്. അങ്ങനെ 10 കാലമുണ്ടോ എന്ന് ചോദിച്ചാൽ ചുരുക്കത്തിൽ നമ്മൾ പറയുമ്പോൾ 3 കാലേ ഉള്ളൂ. വർത്തമാനകാലവും ഭൂതകാലവും ഭാവി കാലവും. അതിൽ ചില ഭേദങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ചില പ്രത്യേക ഭാവങ്ങളെ കൂടി ഇവിടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൂഡ്സ്. അപ്പോ ബോത്ത് ടെൻസ് ആൻഡ് മൂഡ്സ് ആർ ഇൻക്ലൂഡഡ്. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയുന്ന 3 ടെൻസ്. അതിൻ്റെ കൂടെ ചില മൂഡ്സ്, ചില ഭാവങ്ങൾ കൂടി നമ്മൾ ഈ ലകാരങ്ങളുടെ ഗണനയിൽ പരിഗണിക്കുന്നുണ്ട്. അപ്പൊ അത് ഇമ്പാരറ്റീവോ പൊട്ടൻഷ്യലോ ഒക്കെ ആയിട്ടുള്ള ചില മൂഡ്സ് അതിനെ നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടി വന്നിരിക്കും. അങ്ങനെയാണ് ഈ 10 എണ്ണം ഉണ്ടായത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ വർത്തമാനകാല ദ്യോതകമായിട്ട് ഒരു ലകാരമാണ്. വർത്തമാനത്തിനെ കാണിക്കുന്നത്, പ്രസന്റ് ടെൻസിനെ കാണിക്കുന്നത് ലട്ട് എന്നുള്ള ലകാരമാണ്. ലട്ട് വർത്തമാനേ എന്ന് വിധി. വർത്തമാനകാലം ദ്യോതകമായിട്ട് ലട്ട്. ഭവതി, വിദ്യത്തെ, വന്ദത്തെ എന്നൊക്കെയുള്ള പ്രയോഗം. അങ്ങനെയുള്ള വർത്തമാനകാല ദ്യോതകമായ ലകാരം ലട്ട്. പിന്നെ ലുങ്, ലുങ്, ലങ്, ലിട്ട് 3 ലകാരങ്ങൾ പാസ്റ്റ് ടെൻസിനെ, ഭൂതകാലത്തെ സൂചിപ്പിക്കുന്നതാണ്. ലങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഭൂധാതുവിൽ എടുത്താൽ അഭവത് എന്നുള്ള രൂപമുണ്ട്. അഭവത്, അഭവതാം, അഭവൻ എന്ന രൂപം. ലുങ്ങിൽ നമുക്ക് അഭൂത് എന്ന രൂപമുണ്ട്. അഭൂത്, അഭൂതാം, അഭൂവൻ എന്ന ബഹുവചനത്തിലും ദ്വിവചനത്തിലും കൂടിയുള്ള രൂപം ഉണ്ടാകും. അതുപോലെ ലിട്ട്, അതും പാസ്റ്റ് ടെൻസ് ആണ്. ബഭൂവ, ബഭൂവതു, ബഭൂവു. ഇവിടെ പാസ്റ്റ് ടെൻസിൽ തന്നെ നമ്മൾ അനദ്യതന ഭൂതം, ഭൂതം, പരോക്ഷഭൂതം എന്നൊക്കെയുള്ള ഭേദഭാവം കൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞത്, കുറച്ചു കാലം മുൻപ് കഴിഞ്ഞത്, പണ്ട് എന്നോ കഴിഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ഇതിനെ വേർതിരിക്കാം. ജനറലായിട്ട് പറയുമ്പോൾ ഇത് 3ഉം ഭൂതകാല ദ്യോതകമാണ്. പ്രയോഗത്തില് ഇപ്പോ, പണ്ട് ഇതൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നിരിക്കാം. ഇപ്പൊ നമ്മളെ യഥേഷ്ടം മാറി മാറിയൊക്കെ പ്രയോഗിക്കാറുണ്ട് സാമാന്യ പ്രയോഗത്തിൽ. അപ്പോ ലങ്ങായാലും ലൃങ്ങായാലും ലങ്ങായാലും ലുങ്ങായാലും ലിട്ടായാലും നമ്മൾ ഇഷ്ടം പോലെ എടുത്ത് പ്രയോഗിക്കാറുണ്ട്. അപ്പൊ പാസ്റ്റ് ടെൻസിനെ, ഭൂതകാലത്തിനെ ദ്യോതിപ്പിക്കാൻ ഇങ്ങനെ 3 ലകാരം പ്രയോഗിക്കണമെന്ന് സാമാന്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ ലുട്ടും ലൃട്ടും ശരിക്കും ഫ്യൂച്ചർ ടെൻസിനെ കാണിക്കുന്നത്. ലുട്ട് എന്ന് പറയുന്നത് അനദ്യതന ഭവിഷ്യൽ കാലമാണ്. ഭവിതാ, ഭവിതാരോ, ഭവിതാര എന്നൊക്കെ രൂപം വരുന്നു. ലൃട്ട് എന്നുള്ളത് സാക്ഷാൽ ഭവിഷ്യൽ കാലമാണ്. ഭവിഷ്യത്തി, ഭവിഷ്യതഃ, ഭവിഷ്യന്തി എന്ന് പറയാം. ഈ കൂട്ടത്തിലേക്ക് പെടുത്താവുന്ന ഒരു ഭാഗികമായിട്ടെങ്കിലും ഭവിഷ്യൽ കാലം ആയിട്ടുള്ള ഒന്നാണ് ലൃങ്. ലൃങ് പക്ഷെ പ്രയോഗിക്കുന്നത് ഒരു കണ്ടീഷണൽ ആയിട്ടാണ്. ഇതുണ്ടായി എങ്കിൽ അതുണ്ടാവും, ഇത് വന്നാൽ അതും വരും എന്ന തരത്തിൽ പ്രയോഗിക്കുന്നതാണ്. അഭവിഷ്യത് എന്നാണ് രൂപം വരിക. അഭവിഷ്യത്, അഭവിഷ്യതാം, അഭവിഷ്യൻ. അതൊരു കണ്ടീഷണലാണ്, കണ്ടീഷനെ കാണിക്കുന്നതാണ്. കുറച്ചും കൂടി കാറ് കയറുകയാണെങ്കിൽ സന്ധ്യ ആവുമ്പോഴേക്കും മഴ ഉണ്ടാവാം. ഈ കാറ് മഴക്കാറിനെ ആശ്രയിച്ചാണ് മഴ എന്നുള്ളത് നിൽക്കുന്നത്. ഒരു കണ്ടീഷണലാണ് എന്നർത്ഥം. ആ തരത്തിലുള്ള ചില പ്രയോഗങ്ങൾ വരുമ്പോഴാണ് നമ്മൾ സാമാന്യേന ഈ പ്രയോഗിക്കുന്നത്, അഭവിഷ്യത് എന്ന് പ്രയോഗിക്കുന്നത്, റിങ് പോലെയുള്ള പദങ്ങൾ പ്രയോഗിക്കുന്നത് എന്നർത്ഥം. അതിൻ്റെ ആവശ്യം വരും, ഭാഷയിലെ
അത്ര അധികം അല്ലെങ്കിലും ചിലപ്പോഴൊക്കെ അത് വരും. പിന്നെ ഒന്നുള്ളത്, പിന്നെ 2-3 ഉള്ളത് ചില ഭാവങ്ങളെ സൂചിപ്പിക്കാം. ലോട്ട് എന്നുള്ളത് ഭവതു എന്നൊക്കെ നമ്മൾ ഭവതു, ഭവതാത്, ഭവതാം, ഭവന്തു, ഭവതു, അങ്ങനെ ഭവിക്കട്ടെ. പ്രാർത്ഥനാർത്ഥത്തിലോ ആജ്ഞ അർത്ഥത്തിലോ ഒക്കെ നമ്മൾ ലോട്ട് പ്രയോഗിക്കാറ്. വിധിലിംഗുണ്ട്. വിധി എന്നുള്ള വാക്കുള്ളത് കൊണ്ട് തന്നെ അത് സ്പഷ്ടമാണ്. ഭവേത്, ഭവേതാം, ഭവേയു എന്നൊക്കെ പ്രയോഗിക്കുമ്പോൾ ഭവേത്, അങ്ങനെ ആകട്ടെ എന്ന് വിധിയാണ് സൂചിപ്പിക്കുന്നത്. ആശീർലിംഗ്, ആശീർലിംഗ് പേര് കൊണ്ടിരുന്ന സൂചിതമാണ്. ആശിസിനെ ദ്യോതിപ്പിക്കുന്നതാണ് അത് എന്നുള്ളത്. ഭൂയാത്, ഭൂയാത്, ഭൂയാസ്താം, ഭൂയാസു എന്നൊക്കെ ഭൂയാത് എന്ന്. അപ്പൊ ഇങ്ങനെ ലോട്ട്, വിധിലിംഗ്, ആശീർലിംഗ്, ഇത് മൂന്നും ഓരോ ഭാവങ്ങളെ, മൂഡ്സ് കാണിക്കുന്നതാണ്. ഈ 3 അതുപോലെ ഭാവികാല ദ്യോതകമായ 3 ഭൂതകാല ദ്യോതകമായ 3 വർത്തമാനകാല ദ്യോതകമായ 1 കൂടിയിട്ട് 10 ലകാരങ്ങളാണ് ഭാഷയിൽ ഇപ്പോൾ പ്രയോഗത്തിൽ ഉള്ളത്. ഈ 10നെയും കൂടി എളുപ്പത്തിൽ നമ്മൾ ലകാരങ്ങൾ എന്ന് പറയും. അപ്പോൾ ഏത് ലകാരം ആണ് ഈ വാചകം ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ടത്? അത് പ്രസന്റ് ടെൻസിലാണോ, പാസ്റ്റ് ടെൻസിലാണോ, ഫ്യൂച്ചർ ടെൻസിലാണോ, അതിൻ്റെ ഒറിജിനൽ പാസേജിൽ അല്ലെങ്കിൽ സ്റ്റാൻസയിൽ ഉള്ളത് പ്രയോഗിച്ചിട്ടുള്ളത് എന്ന് അറിഞ്ഞ് അതിനനുസരിച്ച് നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ കാലബോധം നമുക്കുണ്ടാവണം. അതായത് ലകാരത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാവണം. അതിൽ ഏത് പുരുഷനാണ്, കർത്താവ് ഹി ആണോ, യു ആണോ, ഐ ആണോ എന്ന് നമ്മൾ നോക്കിയെടുക്കണം. ഹി സഹ, യു ത്വം, ഐ അഹം, ഇതിലേതാണെന്ന് നമ്മൾ കണ്ടെത്തി അതിനനുസരിച്ചിട്ട് വേണം നമ്മുടെ മലയാളമോ സംസ്കൃതമോ നമ്മൾ രൂപപ്പെടുത്തി എടുക്കാൻ. അപ്പം ഇങ്ങനെ വരുമ്പോൾ ക്രിയാപദങ്ങളെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാവണം. ചിലപ്പോൾ ഇത്രയൊന്നും വിഷമിക്കാണ്ട് നമുക്ക് കിട്ടാനുള്ള ചില വഴികളുണ്ട്. ചിലതിൽ ഇപ്പോൾ ഗതവാൻ, ഗതവതി, കൃതം, ജ്ഞാതം, അധീതം എന്നൊക്കെ നമ്മൾ പ്രയോഗിക്കാറുണ്ട്. അവിടെയൊക്കെ എളുപ്പമുണ്ട്. കാരണം അവിടെ ഈ തിങ്ങന്തം വരുന്നില്ല, ഈ തരത്തിലുള്ള ക്രിയാപദങ്ങളും ലകാരങ്ങളും കാര്യങ്ങളും വരുന്നില്ല എന്നുള്ളത്. എന്നിരുന്നാലും അധികം സ്ഥലത്തും ലകാരങ്ങളോട് കൂടിയിട്ടുള്ള പ്രയോഗങ്ങളാണ് വരിക എന്നുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് ബോധം ഉള്ളവരായിരിക്കണം. ഇതൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ തർജ്ജമ ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ ഓരോ ക്ഷണത്തിലും സ്വാഭാവികമായിട്ട് നമ്മുടെ ഓർമ്മയിൽ വരണം. ഭാഷയുമായിട്ട് അത്ര പരിചയം നമുക്കുണ്ടാകും. ബാലകഃ ഫലം ഖാദതി എന്ന് നമ്മൾ പറയും സംസ്കൃതത്തിൽ. ബാലക ഫലം ഖാദതി. ബാലകൻ, ബാലൻ എന്നർത്ഥം ബാല എന്നായാലും മതി, കുട്ടി. ഫലം, ഫലത്തെ, പഴത്തെ, ഖാദതി തിന്നുന്നു. ഖാദതി എന്ന് വർത്തമാനകാലമാണ്, പ്രസന്റ് ടെൻസ് ആണ്, പ്രഥമ പുരുഷനാണ്, ഏകവചനമാണ്. കാരണം എന്താ? അവിടെ പറഞ്ഞിട്ടുള്ള കർത്താവ് ബാലകഃ ആണ്, ഏതോ ഒരു ബാലനാണ്. ഞാനുമല്ല നീയുമല്ല. ഞാനും നീയും വരുമ്പോൾ മാത്രമാണ് ഈ ബുദ്ധിമുട്ടൊക്കെ ഉള്ളത്. ഞാനാവുമ്പോൾ ഉത്തമ പുരുഷനും വേണം, നീ ആവുമ്പോൾ മധ്യമ പുരുഷനും വേണം. ഈ ഞാനും നീയും മാറ്റി നിർത്തിയാൽ ഭാഷയും സുഖമായി, ജീവിതവും സുഖമായി. ഞാനും നീ എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ആളും എന്നാണ്. ഞാനും എൻ്റെ ആളും വേണ്ട, എല്ലാവരും മതി, സർവേ. അപ്പോൾ അവൻ, അവൾ, അവർ, സർവേ, ഒരു പ്രശ്നവുമില്ല, സർവ എന്ന്. അപ്പൊ ഇവിടെ ഫലം ഖാദതി എന്ന് പറഞ്ഞപ്പോൾ ഖാദതി ഏകവചനമാണ്, പ്രഥമ പുരുഷനാണ്, വർത്തമാന കാലമാണ്.
അതുകൊണ്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യണം. ബാലൻ പഴം തിന്നുന്നു എന്ന് പറഞ്ഞാൽ മതി. ഇങ്ങനെ മാറ്റുമ്പോൾ പഴം ഏത് വിഭക്തിയാണ്? ഫലം എന്നുള്ളത്, വനം എന്നുള്ളത് ഒക്കെ നപുംസകലിംഗ ശബ്ദങ്ങളാണ്. അതിൻ്റെ പ്രഥമയും ദ്വിതീയവും ഒരുപോലെയാണ്. വനം വനേ വനാനി, വനം വനേ വനാനി, ഫലം ഫലേ ഫലാനി, ഫലം ഫലേ ഫലാനി. അപ്പൊ പ്രഥമ ഏകവചനത്തിലും ഫലം വരും, ദ്വിതീയ ഏകവചനത്തിലും ഫലം വരും. ഇവിടെ ഏതാണ്? അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഏതാണ്? തിന്നുന്നു, ഖാദതി എന്ന് പറയുമ്പോൾ എന്തിനെ തിന്നുന്നു എന്നൊരു ചോദ്യമുണ്ട്. എന്തിനെ തിന്നുന്നു? ഫലത്തെ തിന്നുന്നു. അപ്പൊ ശരിക്കും സംസ്കൃത ശൈലിയിൽ പറഞ്ഞാൽ ബാലൻ പഴത്തെ തിന്നുന്നു എന്നാണ് പറയേണ്ടത്. പക്ഷെ ഇപ്പോൾ നമ്മൾ പ്രയോഗത്തിൽ അങ്ങനെ പറഞ്ഞാൽ അതൊരു അഭംഗിയാണ്, സ്വാഭാവികമായിട്ടുള്ള സംസാര രീതി അല്ല എന്ന് വരും. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, അവിടുത്തെ ഫലം എന്നുള്ളത് ഫലത്തെ, ഫലത്തിനെ എന്ന അർത്ഥത്തിലുള്ള ദ്വിതീയയാണ്. ഇതുപോലുള്ള ചെറിയ സെന്റൻസിൽ അത് വലിയ പ്രശ്നം ഉണ്ടാക്കില്ല. പക്ഷെ വലിയ വാചകങ്ങളിൽ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കും. പ്രഥമയാണോ ദ്വിതീയയാണോ ഒന്നും അറിയാതെ വരുമ്പോൾ. പഴം തിന്നാ പോരാ, പഴത്തെ തിന്നണം. തിന്നണ ആളല്ല പഴം, തിന്നപ്പെടുന്ന സാധനമാണ് പഴം, അല്ലേ? അപ്പൊ ഖാദതി എന്ന ക്രിയയുടെ കർമ്മമാണ് ഫലം. ഖാദതി എന്ന ക്രിയയുടെ കർത്താവാണ് സഹ, ബാലഹ എന്ന് പറയുന്നത്. ബാലഹ ഫലം ഖാദതി. തത്ര ക്രിയാപദം കിം? ഖാദതി ഇതി. സമനന്തരമേവ പ്രശ്നഃ ക്രിയത്തെ കഃ ഖാദതി. കഃ? സഹ ഖാദതി. കിം ഖാദതി? ഫലം ഖാദതി. സഹ ഗച്ഛതി. അവൻ പോകുന്നു. എന്തിനെ പോകുന്നു എന്ന് പറയാൻ പറ്റുമോ? പറ്റും. എന്തിനെ എന്നുള്ളതിനെയാണ് നമ്മളിപ്പോ എവിടേക്കേന്ന് പറയുന്നത് പലപ്പോഴും. എല്ലാ സമയത്തും അല്ല, പലപ്പോഴും. സഹ ഗൃഹം ഗച്ഛതി. ഗൃഹത്തെ പോകുന്നു, ഗൃഹത്തിലേക്ക് പോകുന്നു. മലയാള ശൈലിയിൽ ഗൃഹത്തിലേക്ക് എന്ന് പറയുന്നു. പക്ഷെ അതും ഒരർത്ഥത്തിൽ എന്തിനെ പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ വാക്യഘടനയിൽ മലയാളത്തിലാവുമ്പോഴും സംസ്കൃതത്തിലാവുമ്പോഴും ചെറിയ വ്യത്യാസം, ഇംഗ്ലീഷിലാവുമ്പോൾ അതിലും കൂടിയ വ്യത്യാസം. ഈ വാക്യഘടന നമ്മൾ അറിഞ്ഞിരിക്കണം. സിംഹാത് ബിഭേതി എന്ന് സംസ്കൃതത്തിൽ പറയുന്നു. ശിശുഹു സിംഹാത് ബിഭേതി. കുട്ടി സിംഹത്തിൽ നിന്ന് പേടിക്കുന്നു. സിംഹാത് പഞ്ചമിയാണ്. മലയാളത്തിൽ നമ്മൾ അങ്ങനെയാണോ പറയുക? സിംഹത്തിനെ പേടിക്കുന്നു എന്നാ പറയുക. മലയാളത്തിന്റെ ശൈലി അങ്ങനെയാണ്. അപ്പൊ മലയാളം പറയുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ മതി. തർജ്ജമ ചെയ്യുന്ന ആള് സംസ്കൃതത്തിന്റെ ശൈലി അതേപടി പകർത്തി ശിശു സിംഹത്തിൽ നിന്ന് പേടിക്കുന്നു എന്ന് എഴുതേണ്ട ആവശ്യമില്ല. ശിശു, കുട്ടി സിംഹത്തിനെ പേടിക്കുന്നു എന്ന് എഴുതിയാൽ മതി, പോരായി. അപ്പൊ ഭാഷ മാറുമ്പോൾ, ശൈലി മാറുമ്പോൾ, വ്യാകരണക്രമങ്ങൾ മാറുമ്പോൾ അത് നമ്മുടെ തർജ്ജമയെ ബാധിക്കാതെ, തർജ്ജമയുടെ ഭംഗി കളയാതെ നോക്കേണ്ടിയിരിക്കും. ശ്ലോകമൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അവിടെയാണ് ഈ വിഷമം വരുന്നത്. കുറച്ച് ശബ്ദം കൊണ്ട് കുറെ കാര്യങ്ങൾ ഒതുക്കി പറയേണ്ടി വരുന്നു. അതൊരു വൃത്തബദ്ധമായിട്ട് വരുമ്പോൾ, ഇപ്പൊ 8 അക്ഷരമുള്ള അനുഷ്ടുപ്പ് വൃത്തത്തിലുള്ളൊരു ശ്ലോകം ഒരു വരിയിൽ 9 ആയാലും സാരല്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. 8 തന്നെ വേണം. ലഘു ഗുരുക്കളുടെ ക്രമവും അതേപടി നിൽക്കണം. ആശയവും സ്പഷ്ടമാവണം. കേൾക്കുന്ന ആൾക്ക് കൃത്യമായ അർത്ഥബോധം ഉണ്ടാവണം. അല്ലെങ്കിൽ എന്ത് പറയും? ഇത് ഒറിജിനൽ ടെക്സ്റ്റുമായിട്ട് നീതി പുലർത്തുന്നില്ല എന്ന് പറയും. അങ്ങനെയായാൽ അതൊരു പരാജയമാണ്.
പഴയ ആളുകളൊക്കെ വളരെ സ്വാഭാവികമായിട്ട് ശ്ലോകം കേൾക്കുമ്പോൾ തന്നെ അത് കൃത്യമായിട്ട് വൃത്തബദ്ധമായിട്ട് ആശയം ചോരാതെ വ്യാകരണ തെറ്റുകൂടാതെ ഭംഗിയായിട്ട് മലയാളത്തിലേക്ക് മാറ്റിയിരുന്നതായിട്ടുള്ള കഥകൾ നമുക്കറിയാം. കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാനെ പോലുള്ള മഹാപ്രതിഭകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. സംസ്കൃതമായാലും മലയാളമായാലും ഒരുപോലെയാണ് അവർക്ക്. ഭാഷയായി പറവാനും അടിയനും സംസ്കൃതത്തിലും ഒന്നുപോൽ ദോഷഹീന പടുത്വമുണ്ട് എന്ന് പ്രഖ്യാപിച്ച കവികളും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. രണ്ടും നമുക്ക് ഒരുപോലെയാണെന്ന് പറയുന്നത്. സംസ്കൃതം വേണോ സംസ്കൃതം, മലയാളം വേണമെങ്കിൽ മലയാളം. അപ്പൊ അവർക്കിത് മാറ്റാനും മാറ്റി പറയാനും ഒരു വിഷമവുമില്ല. അത് തർജ്ജമയായാലും പരാവർത്തനം ചെയ്ത് പറയലായാലും ഒരു വിഷമവുമില്ല. അതിനെ തന്നെ പരത്തി പറയലായാലും രണ്ടിനും അവർക്ക് വിഷമമില്ല. ഒരു ശ്ലോകത്തിനെ 10-12 വരികളിൽ പരത്തി പറയാനും വിഷമമില്ല. സംഗ്രഹിച്ച് അതേപടി ഒറ്റ ശ്ലോകമായിട്ട് തന്നെ വിവർത്തനം ചെയ്യാനും വിഷമവുമില്ല എന്നർത്ഥം. അപ്പൊ മഹാഭാരതത്തില് കുഞ്ഞുകുട്ടൻ തമ്പുരാന്റെ മഹാഭാരതത്തിലൊക്കെ നോക്കിയാൽ, ഇപ്പൊ ഭഗവത്ഗീതയിൽ നോക്കിയാൽ എത്ര പെട്ടെന്നാണ് ആ ആശയസ്പഷ്ടത നിലനിർത്തിക്കൊണ്ട് അവരത് പറഞ്ഞു പോണേ. ഒരു ഉദാഹരണം നോക്കൂ. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേത യുത്സവ മാമകാ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ എന്ന് ശ്ലോകം. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതാഃ യുയുത്സവ മാമകാ പാണ്ഡവാ ച ഏവ കിം അകുർവത സഞ്ജയ. ഹേ സഞ്ജയ. ഇങ്ങനെ തർജ്ജമ ചെയ്തിരിക്കുന്നു മഹാകവി. ധർമ്മക്ഷേത്രം കുരുക്ഷേത്രം പുക്കു പോരിനൊരുങ്ങിയോർ എൻ കൂട്ടരും പാണ്ഡവരും എന്തേ ചെയ്തിതു സഞ്ജയ. സഞ്ജയ എന്ന സംബോധന പദം അവിടെയുണ്ട്, ഒറിജിനലില് ഇവിടെയുണ്ട്. അവിടെ അവസാനമാണ് സഞ്ജയ. കിമകുർവത സഞ്ജയ. ഇവിടെയും ഉടുക്കണം. എന്തേ ചെയ്തിതു സഞ്ജയ. ക്രിയാപദു, അത് കഴിഞ്ഞ് സംബോധന. നമുക്ക് എത്ര കൃത്യമായിട്ട്. നമ്മൾ ചിലപ്പോൾ അതിന്റെ ക്രമമൊക്കെ മാറും. നമ്മൾ ചെയ്യുമ്പോൾ, ആചാര്യന്മാർ ചെയ്യുമ്പോൾ അത് അതേപടി വരും. ആശയം വ്യക്തമല്ലേ? ധർമ്മക്ഷേത്രം കുരുക്ഷേത്രം പുക്ക് പോരിന് ഒരുങ്ങിയോർ. ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ പോയി യുദ്ധത്തിന് തയ്യാറായിട്ട് അവിടെ പോയാ എന്നോ യുത്സവ. ആരൊക്കെയാണോ അത്? മാമകാ പാണ്ഡവാ ച, എൻ കൂട്ടരും പാണ്ഡവരും. എന്തേ ചെയ്തിതു കിമകുർവത. ആശയം സ്പഷ്ടമാണ്. ഭാഷയുടെ ഘടന വ്യക്തമാണ്. ശൈലി വളരെ യോജിച്ചതാണ്. ഇതൊക്കെ അവിടെ വന്നു. കാവ്യമാവുമ്പോൾ അല്ലെങ്കിൽ മഹാകാവ്യമാവുമ്പോൾ, ഇതിഹാസ പുരാണങ്ങളാവുമ്പോൾ, കഥകളാകുമ്പോൾ അതിൽ ചില ഭാവങ്ങളും കൂടി ഉണ്ടല്ലോ. ഇത് ചോദിക്കുന്ന ധൃതരാഷ്ട്രരുടെ ഒരു ഭാവമുണ്ട്. നമുക്കറിയാം ധൃതരാഷ്ട്രരെ. അദ്ദേഹത്തിന്റെ വാക്കിന് ഒരു പ്രത്യേകതയുണ്ട്. വ്യാസഭഗവാൻ അത് തന്നെയാണ് നിബന്ധിച്ചിട്ടുള്ളത്. മാമകാ പാണ്ഡവാശ്ചൈവ. ഒരു ഭാഗത്തുള്ളത് തൻ്റെ മക്കളാണ്, മറുഭാഗത്തുള്ളതും തൻ്റെ മക്കളെ പോലെയുള്ളവർ തന്നെയാണ്. അനുജന്റെ മക്കളാണ്, മക്കൾ തന്നെയാണ് ഒരർത്ഥത്തിൽ. അതേ സ്നേഹത്തിന് അർഹതയുള്ളവരാ. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ ലേശം ഭേദഭാവമുണ്ട്. അതുകൊണ്ടാണ് അത് വാക്കിൽ വന്നത്. മാമകാ പാണ്ഡവാ, എൻ്റെ ആളുകളും അവരും. അതാണ് അനുവാദത്തില് എൻ കൂട്ടരും പാണ്ഡവരും എന്ന് മഹാപ്രതിഭാശാലിയായ ആചാര്യൻ അതേപടി അവതരിപ്പിക്കുന്നത്. അപ്പൊ ആ ഭാവവും കൂടി ഉണ്ടാവണം കവിതയില്. ആ ഭാവം, ആ രസം പരമപ്രധാനമാകൊണ്ട് ഏതെങ്കിലും ഒരു
ഗദ്യഭാഗം പ്രോസ് ട്രാൻസ്ലേഷൻ പോലെയല്ല. ഏതെങ്കിലും വിഷയപ്രതിപാദനപരമായ പാസേജ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് പോലെയല്ല. ആ ഭാവം അതിൽ നിഴലിക്കണം, അതുകൂടി അതിൽ കാണാൻ സാധിക്കണം. അപ്പോഴേ അത് ശരിയാവുള്ളൂ. ഒരു സംഭവം പറയുമ്പോൾ ആ സംഭവത്തിന്റെ പിന്നീടൊരു ഭാവമുണ്ട്. ഉദാഹരണത്തിന് എന്താ പറയുക, രാത്രിർ ഗമിഷ്യതി ഭവിഷ്യതി സുപ്രഭാതം ഭാസ്വാനുദേഷ്യതി ഹസിഷ്യതി പങ്കജശ്രീ ഇത്തം വിചിന്തയതി കോശഗതേ ദ്വിരേഭേ ഹാ ഹന്ത ഹന്ത നളിനീം ഗജ ഉജ്ജഹാര. നമ്മൾ അലങ്കാര ശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ ഉദാഹരണമായിട്ടൊക്കെ ഉദ്ധരിക്കാറുള്ള പ്രസിദ്ധമായ ശ്ലോകമാണ്. വണ്ട് മനോരാജ്യം വിചാരിക്കുകയാണ്. താമരയുടെ ഉള്ളിൽ കുടുങ്ങിയ ആളാ. കുറച്ച് കഴിയുമ്പോൾ രാത്രി പോവും. രാത്രി ഗമിഷ്യതി ഭവിഷ്യതി സുപ്രഭാതം, സുപ്രഭാതം വരും. അപ്പോ എപ്പോഴാ സുപ്രഭാതം? സൂര്യൻ വരുമ്പോൾ. പ്രഭാതം വന്നാൽ സൂര്യൻ ഉദിക്കുക, അല്ലെങ്കിൽ സൂര്യൻ ഉദിച്ചാൽ പ്രഭാതമായി. ഭാസ്വാൻ ഉദ്ദേശ്യതി ഹസിഷ്യതി പങ്കജശ്രീ. പങ്കജങ്ങളൊക്കെ, താമരകളൊക്കെ അതിൻ്റെ എല്ലാ ശോഭയും പ്രകടമാക്കിക്കൊണ്ട് വികസിക്കും, വിടർന്നു. ഇത്തം വിചിന്തയതി കോശഗതേ ദ്വിരേഭേ. കോശത്തിന്റെ അകത്തുപെട്ട ദ്വിരേഭം വണ്ട് ഇങ്ങനെ വിചാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഹാ ഹന്ത ഹന്ത, ആശ്ചര്യസൂചകമായിട്ട് പറയുന്ന വേ, ആ നളിനിയെ ഗജ ഉജ്ജഹാരാന പിഴുതെടുത്ത് കിടന്നു. അപ്പൊ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു സംഭവം, താമരയുടെ ഉള്ളില്, ആ സംഭവത്തിന്റെ പിന്നിലുള്ളത് ഇതിന്റെ മനോഭാവമാണ്, മനോഗതമാണ്, ആ ഭാവമാണ്. ഇത് തർജ്ജമ ചെയ്യുന്ന ആള് അത് കാണുന്നു. വെറുതെ യാന്ത്രികമായിട്ട് താമരയും വണ്ടും ഗജവും ഒക്കെ ആയിട്ട് പോയാൽ പോരെ. രാവിപ്പോൾ ക്ഷണമങ്ങൊടുങ്ങിടും ഉഷസ്സെങ്ങും പ്രകാശിച്ചിടും ദേവൻ സൂര്യനുദിക്കും ഈ കമലവും താനേ വിടർന്നിടുമേ. ഇത്തം മുട്ടിനകത്തിരുന്ന അളി മനോരാജ്യം നിനച്ചിടവേ ദൈവത്തിൻ ഗതി ആരു കണ്ടു പിഴുതാൻ ദന്തീന്ദ്രന പത്മിനിയും എന്ന് ആചാര്യന്മാര് അത് വിവർത്തനം ചെയ്യുമ്പോൾ ആ അളിയുടെ, വണ്ടിൻ്റെ, ദ്വിരേഭത്തിൻ്റെ ഭാവവും കൂടെ അതിൽ വരുന്നു. ഇതാകപ്പാട് കൂടി വായിക്കുന്ന നമ്മുടെ ഉള്ളിലും ഇവിടെ ഭാവം ചോർന്നു പോകുന്നില്ല. വാക്കുകളുടെ ഘടനയും വാക്കുകളുടെ ഭംഗിയും അതിൻ്റെ കൃത്യമായിട്ടുള്ള വ്യവസ്ഥയും അതിനൊക്കെ അപ്പുറമുള്ള കാവ്യ ചമത്കാരവും അതേപടി ഇവിടെ കിട്ടുന്നുവല്ലോ എന്നൊരു സന്തോഷം നമുക്ക്. ഈ സന്തോഷമാണ്, അതുണ്ടാക്കലാണ് കവിയുടെ ധർമ്മം. ആനന്ദവും മനസ്സിൽ ലഭതാം പ്രതിഷ്ഠ, അതാണ് ധർമ്മം. അപ്പോ തർജ്ജമ ചെയ്യുന്ന ആള് അത് ചെയ്യണം. പ്രസംഗം തർജ്ജമ ചെയ്യുന്ന ആള് ഒരു കവിയുടെ പ്രസംഗം തർജ്ജമ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. വളരെ ഭാവാത്മകമായിട്ട്, ഭാവതീവ്രമായിട്ട് സംസാരിക്കുന്ന ഒരു കവി അതിനെ വളരെ യാന്ത്രികമായിട്ട്, പദാർത്ഥ മാത്രനിഷ്ഠമായിട്ട് തർജ്ജമ ചെയ്യുന്ന, കർക്കശത്തോടു കൂടി സമീപിക്കുന്ന ഒരാൾ തർജ്ജമ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പറയും? അർത്ഥമൊക്കെ കിട്ടി, ആശയമൊക്കെ കിട്ടി, പക്ഷെ ആ ഭംഗിയൊന്നും ഇല്ല കേട്ടോ. ഇതാണ് നമുക്ക് ചിലപ്പോഴൊക്കെ പറ്റാറുള്ളത്. അപ്പോൾ തർജ്ജമയിൽ അതിൻ്റെ ഹൃദയം നഷ്ടപ്പെടരുത് എന്ന് നമ്മൾ നിഷ്കർഷിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ തർജ്ജമയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ട്. അതിൽ ശ്രദ്ധിച്ചു വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഇപ്പോൾ പലരും സംസാരിക്കുമ്പോഴും ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴും പറ്റുന്ന വലിയൊരു അബദ്ധം,
വാചകം തുടങ്ങിയത് എങ്ങനെയാണെന്ന് കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ വിസ്മരിക്കുന്നു എന്നുള്ളതാണ്. വാചകം തുടങ്ങുക അവസാനിക്കുക എന്ന് പറയുമ്പോൾ ആക്റ്റീവ് വോയിസ് ആയിട്ട് തുടങ്ങിയ സെന്റൻസ് കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ പാസീവ് വോയിസ് ആയി മാറും. കർത്തരി പ്രയോഗത്തിൽ നിന്ന് എവിടെ എത്തുമ്പോഴാണ് കർമ്മണി പ്രയോഗത്തിലേക്ക് ചാടിപ്പോയതെന്ന് പറയണ ആൾ അറിയാതാകുന്ന അവസ്ഥയുണ്ട്. അബദ്ധമാണ്. അബദ്ധം പറ്റാറുണ്ട്. പെട്ടെന്ന് ഓരോ വാചകങ്ങൾ അപ്പം ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ പറ്റും. ചിലപ്പോൾ എല്ലാവർക്കും പറ്റിയെന്ന് വരും, അല്ല, സ്വാഭാവികമാണ്. പക്ഷെ മനസ്സിരുത്തേണ്ടിയിരിക്കണം. ആക്റ്റീവ് വോയിസിൽ തുടങ്ങിയ ആ സെന്റൻസ് ആക്റ്റീവ് വോയിസ് ആയിട്ട് തന്നെ പൂരിപ്പിക്കേണ്ടിയിരിക്കണം. പാസീവ് വോയിസിൽ തുടങ്ങിയ പാസീവ് വോയിസ് ആയിട്ട് അവസാനിപ്പിക്കണം. കർത്തരി പ്രയോഗത്തിൽ നിന്ന് കർമ്മണി പ്രയോഗത്തിലേക്ക് ചാടാൻ പാടില്ല. അപ്പൊ എന്താ കർത്തരി പ്രയോഗം? എന്താണ് കർമ്മണി പ്രയോഗം? അത് നമ്മൾ അറിഞ്ഞിരിക്കണം. കർത്തരി പ്രയോഗത്തിനനുസരിച്ചല്ലാതെ പോവാൻ സാധിക്കില്ല. കർത്തരി പ്രയോഗം തുടങ്ങിയ വാചകത്തില് സംസ്കൃത ഭാഷയില് ഇതിനൊക്കെ പ്രത്യേകമായിട്ടുള്ള വ്യവസ്ഥയുണ്ട്, കൃത്യമായിട്ടുള്ള വ്യവസ്ഥയുണ്ട്, വളരെ കൃത്യമായിട്ടുള്ള വ്യവസ്ഥയുണ്ട്. എങ്ങനെ പറയണം? ഇപ്പോ നമ്മൾ ഉദാഹരണത്തിന് പറയുകയാണെന്ന് വെക്കുക, ശിഷ്യ ഗുരും വന്ദത്തെ. ശിഷ്യ ഗുരും വന്ദത്തെ. ശിഷ്യൻ ഗുരുവിനെ വന്ദിക്കുന്നു. അത് കർത്തരി പ്രയോഗമാണ്. കർത്താവിൽ നിന്നാണ് നമ്മുടെ തുടക്കം. അപ്പൊ കർത്തൃവാചകമായ പദം പ്രഥമാ വിഭക്തിയാണ്. ദ്വിതീയ വിഭക്തിയിലാണ് കർമ്മസ്ഥാനത്തുള്ളതുമായ പദം വരുന്നത്. ഗുരുവിനെ, ഗുരും ദ്വിതീയ. അങ്ങനെയാണ് നമ്മൾ പ്രയോഗിക്കേണ്ടത്. ശിഷ്യ ഗുരും വന്ദത്തെ എന്ന് പറയും. ഇതിനെ തന്നെ നമ്മൾ മാറ്റി കർമ്മണി പ്രയോഗമാക്കിയിട്ട് പറയുകയാണെങ്കിൽ ശിഷ്യേണ ഗുരു വന്ദ്യത്തെ എന്ന് പറയും. ശിഷ്യേണ ഗുരു വന്ദ്യത്തെ. ശിഷ്യനാൽ ഗുരു വന്ദിക്കപ്പെടുന്നു. വന്ദ്യത്തെ, വന്ദിക്കപ്പെടുന്നു. അതാണ് ക്രിയ. വന്ദ്യത്തെ ഇത്യുക്തേ പ്രശ്നഃ. കഹ വന്ദ്യത്തെ? ആർ വന്ദിക്കപ്പെടുന്നു എന്നുള്ളത്. ആര് വന്ദിക്കുന്നു എന്നല്ല ചോദ്യം, ആർ വന്ദിക്കപ്പെടുന്നു. ആരാ വന്ദിക്കപ്പെടുന്നത്? ഗുരുവാണ്. കേന വന്ദ്യത്തെ? ആരാൽ വന്ദിക്കപ്പെടുന്നു? ശിഷ്യേണ വന്ദ്യത്തെ. കഹ വന്ദ്യത്തെ? ഗുരു വന്ദ്യത്തെ. കേന വന്ദ്യത്തെ? ശിഷ്യേണ വന്ദ്യത്തെ. ഇപ്പോ ശിഷ്യേണ ഗുരു വന്ദ്യത്തെ. വിഭക്തികളാകെ മാറി. കർത്തരി പ്രയോഗത്തില് കർത്താവ് പ്രഥമയിലാണ് പറഞ്ഞത്, ശിഷ്യ പ്രഥമ, ഗുരും ഗുരുവിനെ ദ്വിതീയ. ഇവിടെ വന്നപ്പോഴോ നേരെ മാറ്റം വരുന്നുണ്ട്. ഗുരു പ്രഥമയിലാണ്. ഗുരു വന്ദ്യത്തെ. ഗുരുവാണ് വന്ദിക്കപ്പെടുന്നത്. ആരാൽ? ശിഷ്യേണ. ഈ മാറ്റം വരുന്നു. ഒരു സെന്റൻസിന്റെ തുടക്കം ഒരു സ്ഥലത്തും വേറൊരു സ്ഥലത്തെത്തുമ്പോൾ അത് മറ്റൊരു തരത്തിലും ആയാൽ വാചകം അത്യന്തം അപകടമാവും. സാധാരണ ഇപ്പൊ പലരും പ്രസംഗിക്കുമ്പോ ഒക്കെ പറയണ കേൾക്കാറുള്ള ഒരു പദമാണ്. ഹലോ സർ. അതുകൊണ്ടാണ് സർ വീഡിയോ ഓഫായി. ഓ സോറി. ശരിയാണോ? സാധാരണ ആളുകൾ പറയുമ്പോൾ ഒക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്, അതുകൊണ്ടാണ് വൈകാൻ കാരണം, അതുകൊണ്ടാണ് വൈകിയത് എന്നാണ് നമ്മൾ പറയേണ്ടത്. അല്ലെങ്കിൽ അതാണ് വൈകാൻ കാരണം എന്നേ പറയേണ്ടത്. എന്താ ചെയ്യണം എന്നിട്ട് ഇത് രണ്ടും കൂട്ടി കലർത്തുകയാണ്. അതാണ് വൈകാൻ കാരണം,
അല്ലെങ്കിൽ അതുകൊണ്ടാണ് വൈകിയത് എന്ന് പറയണതിന് പകരം രണ്ടും കൂട്ടിക്കലർത്തിയിട്ട് അതുകൊണ്ടാണ് വൈകാൻ കാരണം, വാക്കൊരു യോജിക്കായ വാചകം വികൃതമായി തീരുക എന്നുള്ള അവസ്ഥ ഉണ്ട് സ്വാഭാവികം. അങ്ങനെ വരരുത്. അതുകൊണ്ട് ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, കർത്തരി പ്രയോഗം, കർമ്മണി പ്രയോഗം എന്നുള്ളത് നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കേണ്ടതാണ്, ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. തർജ്ജമ ചെയ്യുമ്പോൾ അത് മനസ്സിരുത്തേണ്ട ഒരു കാര്യം. സംസ്കൃതത്തില് മറ്റൊരു പ്രയോഗം കൂടിയുണ്ട്. കർത്തരി പ്രയോഗവും കർമ്മണി പ്രയോഗവും കഴിഞ്ഞ് നമ്മൾ ഭാവേ പ്രയോഗം എന്ന് പറയും. ഭാവേ പ്രയോഗം എന്ന് പറയുമ്പോൾ ഭാവപ്രധാനമായിട്ടാണ് വരുന്നത്. അവിടെ കർമ്മമില്ല. പൂവ് വികസിക്കുന്നു നമ്മൾ പറയാറുണ്ട്, പുഷ്പം വികസതി. അതിനെ പ്രയോഗം മാറ്റി പറയുമ്പോൾ, കർമ്മണി പ്രയോഗം പോലെ ആക്കി പറയുമ്പോൾ കർമ്മമില്ല. എങ്കിലും എങ്ങനെ പറയണം? പുഷ്പേണ വികസ്യത്തെ, പുഷ്പേണ വികസ്യത്തെ. ബാലക്രീഡതി എന്നുള്ളത് ബാലേന ക്രീഡ്യത്തെ എന്നാക്കി പറയണം. അപ്പൊ ക്രീഡ്യത്തെ, വികസ്യത്തെ എന്നൊക്കെ ആക്കി മാറ്റി പറയുമ്പോൾ അവിടെ ഭാവപ്രയോഗം എന്നാണ് സംസ്കൃതത്തിൽ. ഭാവേ പ്രയോഗ. കർമ്മമില്ല, പക്ഷെ ഏകദേശം കർമ്മണി പ്രയോഗം പോലെയാണ് പ്രയോഗം വരുന്നത്. അപ്പൊ കർത്തരി പ്രയോഗവും കർമ്മണി പ്രയോഗവും ഉള്ളതുപോലെ ഒരു ഭാവേ പ്രയോഗവും കൂടി നമുക്ക് സംസ്കൃതത്തിലുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിരുത്തേണ്ട വിഷയങ്ങളാണ്. ഒരു വാക്യം തർജ്ജമ ചെയ്യുമ്പോൾ വക്താവ് അല്ലെങ്കിൽ ലേഖകൻ കർത്തരിയിലാണ് തുടങ്ങിയെങ്കിൽ നമ്മളും കർത്തരിയായിട്ട് തന്നെ പോവുക, കർമ്മണിയായിട്ടാണെങ്കിൽ അതുവഴി പോവുക, ഭാവ്യ പ്രയോഗമാണെങ്കിൽ അത് തന്നെ നമ്മളും കൊണ്ടുവരിക. മലയാളത്തിലേക്കോ ഇംഗ്ലീഷിലേക്കോ കൊണ്ടുവരുമ്പോഴും തിരിച്ച് സംസ്കൃതത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴും ഈ രീതി, വാക്യഘടന, വാക്യയോജന രീതി നമ്മുടെ മനസ്സിൽ പൂർണ്ണമായിട്ടും ഉണ്ടാവേണ്ടതാണ്. അങ്ങനെയൊക്കെ ആയാൽ തർജ്ജമ, ട്രാൻസ്ലേഷൻ ഭംഗിയായിട്ട് തീരും. നമ്മുടെ മൂലഭാഷ ശ്രദ്ധിച്ച് മനസ്സിലാക്കി ഏത് ഭാഷയിലേക്കാണോ വിവർത്തനം ചെയ്യുന്നത് ആ ഭാഷയുടെ ഘടനയും കൂടി മനസ്സിലാക്കി പരസ്പരം യോജിപ്പിച്ചു കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടിയിരിക്കും. അപ്പോഴാണ് ട്രാൻസ്ലേഷൻ സഫലമാവുള്ളൂ. ശ്ലോകമാവുമ്പോൾ അതിൻ്റെ വൃത്തനിബന്ധനയിൽ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരേ വൃത്തമായാൽ, ഒരേ ശൈലിയായാൽ കുറച്ചുകൂടി ഭംഗിയുണ്ട്. ഇപ്പൊ സുധർമാമുനിയോട് അയോധ്യയിൽ ഗതരായോരളവന്നൊരന്തിയിൽ അതിചിന്ത വഹിച്ചു സീത പോയി സ്ഥിതി ചെയ്താൾ ഉടജന്തവാടിയിൽ എന്ന് മഹാകവി കുമാരനാശാന്റെ വരികൾ. അപ്പൊ നമുക്ക് എങ്ങനെ തർജ്ജമ ചെയ്തിരിക്കണോ, തർജ്ജമ ചെയ്യാം എന്ന് നോക്കിയാൽ ഒരു വരിയിൽ നിർത്തണം ഈ ആശയം. ചിലപ്പോ കുറച്ചൊന്ന് ക്രമം മാറ്റേണ്ടി വരും. ഒന്നാമത്തെ വരിയിലത്തെ ചിലത് രണ്ടാമത്തെ വരിയിലേക്ക് കടന്നു. മൊത്തത്തിൽ ആശയം ഒരുപോലെ വരികയും വേണം, ആ ഭംഗി നിലനിർത്തുകയും വേണം. അപ്പൊ അതിനനുസരിച്ച് ചിലപ്പോ അതേ പദം ഉപയോഗിച്ചോളുന്നില്ല, അതിന് പര്യായ പദം ഉപയോഗിക്കാം. സീത ചിലപ്പോ മൈഥിലിയാവാം, ചിലപ്പോൾ ജാനകിയാവാം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ സീതയാണെന്ന് മനസ്സിലാവണം, അതാണ് അതിൻ്റെ പ്രത്യേകതയുള്ളത്. ഈ ഭാവപ്രധാനമായിട്ടുള്ള അംശം നഷ്ടപ്പെടാതെ ചോരാതെ നോക്കുകയും എങ്ങനെ ഈ കാര്യം വിവർത്തനം ചെയ്തതായിട്ട് കാണുന്നു എന്ന് നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. സുതയോർഗതയോർ മഹർഷിണാ സഹ സാകേതപുരീം ദിനാത്യേ ഉടജോപവനേ സ്ഥിതൈകദാ ബഹുചിന്താമഥിതാ ഹി മൈഥിലീ. ബഹുചിന്താമഥിത ആരാ? മൈഥിലി. നമ്മള് ഒറിജിനലിൽ കണ്ടത് അതിചിന്ത വഹിച്ചു സീത അല്ലേ?
സീത അതിചിന്ത വഹിച്ചു. ബഹുചിന്താമധിത മൈഥിലി. സീതയുണ്ട്, ചിന്തയുണ്ട്. ഏതാ സന്ദർഭം? തൻ്റെ മക്കള് കുശലവന്മാര് മഹർഷിയോടൊപ്പം പുറത്തു പോയ സമയമാണ്. ഏകാന്തതയിൽ ആശ്രമത്തിൻ്റെ ഒരു ഭാഗത്ത് ഇരിക്കുകയാണ് സീതാദേവി. അതാണ് സുതർ മാമുനിയോട് അയോധ്യയിൽ ഗതരായോരളവ്. മാമുനി വാൽമീകിയാണ്, നമുക്കറിയാം. സുതർ കുശലവന്മാരുമാണ്. ഇവിടെ അത് വരുന്നു. സുതയോ ഗതയോ മഹർഷിണ സഹ എന്ന്. സാകേതപുരിയും, സാകേതം അയോധ്യ. അപ്പോ ആ ആശയം അവിടെ വന്നു. എപ്പോഴാ പോയത്? അന്തിയിൽ, ദിനാത്യയെ എന്ന അനുവാദത്തിൽ. സാകേതപുരിയും ദിനാത്യയെ, ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ തർജ്ജമ ചെയ്തു വരേണ്ടത്. ആ ഭാവമുണ്ട്, ആ രംഗമുണ്ട്, ആ കഥാപാത്രങ്ങളുണ്ട്, അവരുടെ ചിന്താപ്രകാരമുണ്ട്. ഇതൊന്നും നഷ്ടപ്പെടാതെ നമ്മളിലേക്ക് എത്തിക്കുമ്പോൾ അത് വലിയൊരു അത്ഭുതമായിട്ട്, വലിയൊരു അനുഗ്രഹമായിട്ട് നമുക്ക് തോന്നുന്നു. ഇങ്ങനെ വരാൻ പ്രയാസമുണ്ട്, എല്ലാവർക്കും പറ്റിയില്ല. ഒരു കവിക്ക് മറ്റൊരു കവിയുടെ ഹൃദയം അറിയുള്ളൂ, അല്ലേ? കവിരേവ വിജാനാതി കവേ പരിമളം ഗിരാം. കവിയുടെ ഹൃദയവുമായി സംവദിക്കുന്ന ഹൃദയമുള്ള കവി, അല്ലെങ്കിൽ അത്രയും നല്ല സഹൃദയൻ, ഇങ്ങനെ അനുവാദം ചെയ്യുമ്പോൾ ആ കാവ്യ സൗന്ദര്യത്തിൻ്റെ പൂർണ്ണമായ അനുഭൂതി നമുക്കുണ്ടാവും. തർജ്ജമ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. സിദ്ധാന്തങ്ങൾ മുറുകെ പിടിക്കണം. അതനുസരിച്ച് കൊണ്ട് തന്നെ നമ്മൾ അഭ്യസിക്കണം, പരിശ്രമിക്കണം. പക്ഷേ പ്രയോഗത്തിൽ വരുമ്പോൾ വ്യാകരണവും സിദ്ധാന്തവും മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് തർജ്ജമ ചെയ്യാൻ സ്വീകരിച്ചിട്ടുള്ള വിഷയത്തിൻ്റെ ഭാവം, വികാരം നഷ്ടപ്പെടാതെ നോക്കുക. അതുകൊണ്ട് തന്നെ തർജ്ജമ എന്നുള്ളത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. എങ്ങനെയെങ്കിലുമൊക്കെ ആക്കി വെക്കല് ആയതായി എന്ന മട്ടിൽ ചെയ്യണതല്ല പറഞ്ഞത്. ശരിക്കും ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കുള്ളതിന് വേണ്ടിയിട്ട്, ഏറ്റവും നല്ല അനുവാദത്തിന് വേണ്ടിയാണ്, തർജ്ജമയ്ക്ക് വേണ്ടിയിട്ടാണ് പരിശ്രമിക്കേണ്ടത്. അങ്ങനെ പരിശ്രമിച്ചാലേ ഒരു 80% 90% എങ്കിലും നമ്മൾ എത്തിപ്പെടുകയുള്ളൂ. ചെറിയ വാക്യങ്ങൾ, സരള വാക്യങ്ങൾ തർജ്ജമ ചെയ്യുന്നത് പോലെയല്ല വലിയ വാക്യങ്ങളും ശ്ലോകങ്ങളും മറ്റും തർജ്ജമ ചെയ്യുന്നത്. അതുകൊണ്ട് തർജ്ജമയുടെ സിദ്ധാന്തവശം നല്ലപോലെ ഗ്രഹിച്ച് പ്രായോഗിക വശം പ്രയോഗത്തിൽ കൊണ്ടുപോകാൻ മാക്സിമം പരിശ്രമിച്ച് ഭാവ തീവ്രതയോടുകൂടി അത് ചെയ്യണം എന്നാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് ഒരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. ഒരുപാട് വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇന്നത്തെ നമ്മുടെ ഈ ചിന്താ വിഷയം. അതിൻ്റെ ചില അംശങ്ങളാണ് എടുത്തു കാണിച്ചത്. കൃത്രിമ ബുദ്ധി വികാസത്തിൻ്റെ കാലഘട്ടത്തിൽ, ഈ പുതിയ കാലഘട്ടത്തിൽ പുതിയ സൗകര്യങ്ങളൊക്കെ വരുമ്പോൾ യന്ത്രങ്ങൾ നമ്മളെ സഹായിക്കുമായിരിക്കാം. യന്ത്രങ്ങൾക്ക് സാധിക്കാത്ത പലതും നമ്മുടെ ഗുരുജനങ്ങൾക്ക്, ആചാര്യന്മാർക്ക് സാധിക്കും, സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഗുരുജനങ്ങളുടെ, ആചാര്യന്മാരുടെ പ്രാധാന്യം നമ്മൾ കണക്കിലെടുക്കണം. അവരുടെ മുഖത്ത് നിന്ന് കിട്ടുന്ന ആശയം ചോർന്നു പോകാത്ത, സൗന്ദര്യം നഷ്ടപ്പെടാത്ത പാഠങ്ങൾ, വിവർത്തന പാഠങ്ങൾ നമ്മൾ ശ്രദ്ധാപൂർവം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.
ഏത് ഭാഷയായാലും അതിൻ്റെ പ്രത്യേക ഘടന നമ്മൾ എഴുതുന്നതിൽ ഉണ്ടായിരിക്കും. ഞാൻ സംസ്കൃതം പഠിച്ച ആളാണ്. അതുകൊണ്ട് എൻ്റെ രചനയിൽ സംസ്കൃതം മാത്രം മുഴച്ചു നിന്നാൽ മതി എന്ന് വിചാരിക്കരുത്. ഇംഗ്ലീഷ് പറയുമ്പോൾ ഇംഗ്ലീഷ് പറയും പോലെ, ഇംഗ്ലീഷുകാർ പറയും പോലെ അതിൻ്റെ ഭംഗി നിലനിർത്തിക്കൊണ്ട് പറയാം. മലയാളം പറയുമ്പോൾ നമ്മുടെ ആദരണീയരായ മഹാകവികൾ കാണിച്ചു തന്ന പോലെ ആ നല്ല ശൈലിയിൽ ഗദ്യമായാലും പദ്യമായാലും കാവ്യാത്മകമായിട്ടുള്ള ആ രചനാ രീതി നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. വളരെ കർക്കശമായിട്ട് കാര്യങ്ങൾ പറയുക മാത്രം ചെയ്യുന്ന സ്ഥലത്ത്, കാവ്യഭംഗിയുടെ ഒന്നും ആവശ്യം ഇല്ലാത്ത സ്ഥലത്ത് ആ രീതിയും ആവാം. നേരിട്ട് ശക്തമായ ഭാഷയിൽ കുറച്ച് വാക്കുകളെ കൊണ്ട് അത് ആട്ടിച്ചുറപ്പിച്ചുകൊണ്ട് പറയാൻ സാധിക്കും. അതും സാധിക്കണം, അതും നല്ലതാണ്. അത് വേണ്ടെന്നല്ല പറയണത്. ഇപ്പം എല്ലാം തർജ്ജമ ചെയ്യുന്ന ആളുടെ വാച തർജ്ജമ ചെയ്യുകയായാലും എഴുതുകയായാലും പറയുന്ന ആളുടെ ഔചിത്യമാണ് പ്രധാനമായിട്ട്. ഔചിത്യം നഷ്ടപ്പെട്ടാൽ രസഭംഗം ആണ് ഫലം. അനൗചിത്യാദൃതേ നാന്യദ്രസഭംഗസ്യ കാരണം എന്ന് ആചാര്യന്മാര് പണ്ടേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് സാഹിത്യത്തിലല്ല, ഭാഷയുടെ എല്ലാ പ്രയോഗ രംഗങ്ങളിലും സാധുവായിട്ടുള്ള വാക്യങ്ങളാണ്. ഇനി ഒരുപാട് വിഷയങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട്. വാസ്തവത്തിൽ സമയം വൈകിയത് കൊണ്ട് ഞാനിത് തൽക്കാലം ഇവിടെ ഉപസംഹരിക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ നിങ്ങളുടെ അധ്യാപിക പാർവതി ടീച്ചർ പറയുന്നതായിരിക്കും. തൽക്കാലം ഇത് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ധന്യവാദ. നമസ്കാരം സർ. സർ വളരെ വളരെ ഔചിത്യപൂർവം, വളരെ സന്തോഷത്തോടു കൂടി എല്ലാവർക്കും ഈ ക്ലാസ് ഏറ്റവും ആസ്വാദ്യമായിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. മാത്രവുമല്ല, എല്ലാവരും ഒരേപോലെ ഒരേ മനസ്സോടുകൂടി ഭാഷയുടെ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാൻ പ്രാപ്തരായി എന്നും ഞാൻ വിചാരിക്കുന്നു. ഒരു ഭാഷ നമുക്കുണ്ടാക്കി തരുന്ന വിചാരധാരകള്, അതുപോലെ ഭാഷയുടെ സ്വച്ഛത, ഭാഷയുടെ തെളിമ, ഇതൊക്കെ പറഞ്ഞു തരുന്നത് തികച്ചും സ്വാഭാവികമായി തന്നെ സാർ അത് നമുക്ക് പറഞ്ഞു തന്നു എന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. സത്യത്തിൽ ക്ലാസ് നിർത്താറായി എന്ന് ഞങ്ങൾക്ക് തോന്നിയിരുന്നില്ല കേട്ടോ. സാർ എന്തോ പെട്ടെന്ന് നിർത്തിയതുപോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. എന്തായാലും ഇതില് പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും, പ്രത്യേകിച്ചും നമ്മുടെ കൂടെ കേരളവർമ്മ കോളേജിലെ ജയഗീത ടീച്ചറും ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട അധ്യാപികയായ മല്ലിക ടീച്ചറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ടീച്ചറോട് 2 വാക്ക് സംസാരിക്കാൻ ഞാൻ മല്ലിക ടീച്ചറെ ക്ഷണിക്കുകയാണ്. ടീച്ചർ എന്തെങ്കിലും സംസാരിക്കാം. അതേപോലെ നാരായണൻ സർ. സർ പറയൂ സർ, പറയൂ. എനിക്ക് സാറോട് 2 വാക്ക് സംസാരിക്കാനുണ്ട്. സംസാരിക്കാമോ? സർ പറയൂ സർ, തീർച്ചയായിട്ടും പറയൂ സർ. മാധവൻ സർ, നമസ്തേ. നമസ്കാരം സാർ, ഞാൻ സാറിന്റെ ക്ലാസ്സിൽ തന്നെ ആയിരുന്നു. ഞാൻ ആ മീറ്റിംഗ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. ഞാൻ പട്ടാളത്തെ വിളിച്ചു പറഞ്ഞിട്ട്, പ്രത്യേകിച്ച് അവർക്ക് സംസ്കൃതമാണെന്ന് പറയുമ്പോൾ തന്നെ അവർക്കും സന്തോഷമാണ്. എന്റെ ഗുരുനാഥനാണ് ക്ലാസ് എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോ അത് ബ്യൂട്ടിഫുൾ സർ. സാർ അന്ന് തന്നെ ഈവൻ ഒരു 30 കൊല്ലം മുമ്പാണ് സാർ ഞാൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. 89-92 ആലുവ വിക്ടോറിയ കോളേജില്. അന്നും സാർ ഞങ്ങൾ ആദ്യം പഠിപ്പിച്ചിട്ടുള്ളത് വേദിക് സ്റ്റഡീസാ. അഗ്നിമീളെ പുരോഹിതം എന്ന ഋഗ്വേദത്തിലെ ആ മന്ത്രം, ഋഗ്വേദേ പ്രഥമ മണ്ഡലേ പ്രഥമം സൂക്തം വിശ്വാമിത്രപുത്രോ മധുഹു ഋഷിഹി ഗായത്രി ഛന്ദഃ അഗ്നിഹി ദേവത. ഇത് മന്ത്രം പഠിച്ചിട്ടുണ്ടെങ്കിലും ഇതിനെ പദച്ഛേദത്തോടുകൂടി അർത്ഥം പറഞ്ഞ് ഞങ്ങളെ വളരെ മനോഹരമായി പഠിപ്പിച്ചു തന്നത്
മാധവൻ സാർ ആയിരുന്നു. അപ്പൊ മാധവൻ സാറിന്റെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ആനന്ദവർദ്ധനും അഭിനവഗുപ്തനും ഭരതമുനിയും ഒക്കെ ഇങ്ങനെ ഒഴുകി നടക്കുന്നത് നമുക്ക് അനുഭവമായിരുന്നു. അതുകൊണ്ട് സാറിന്റെ ഈ ക്ലാസ് കേട്ടപ്പോ ക്ലാസ് വിട്ടുപോകാൻ തോന്നിയില്ല. ഞാൻ 25 കൊല്ലം മുമ്പ് വിക്ടോറിയയുടെ ആ ക്ലാസ് റൂമുകളിലായിരുന്നു. വളരെ സന്തോഷം സാർ. ഒരുപാട് പറയാനുണ്ട് സാർ. ഈ ട്രാൻസ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സംശയവും സജഷനും. സാറ് ഭഗവത്ഗീത ധർമ്മക്ഷേത്രത്തിലെ കുരുക്ഷേത്രത്തിലെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ തമ്പുരാൻ സന്ധ്യ എന്നുള്ളത് അത് അനുഷ്ഠുപ് ഛന്ദസ്സിൽ തന്നെ ചെയ്യാൻ പറ്റിയിരുന്നു. പക്ഷെ വലിയ ശ്രമങ്ങളിലേക്ക് വരുമ്പോൾ സാറ് പറഞ്ഞതു ഗമിഷ്യത്തി ഭവിഷ്യത്തി സുപ്രഭാതം, അത് വസന്തതിലകത്തിലായിരുന്നു. അത് മലയാളത്തിലേക്ക് വന്നപ്പോൾ ശാർദൂല വിക്രീഡിതമായി. പക്ഷെ ആശയം സാർ പറഞ്ഞ ഭാവം ചോരുന്നുമില്ല. അതിമനോഹരം. അപ്പൊ അതിനെ കുറിച്ച് കൂടി സാറിന് ഒരു കമന്റ് കൂടി വേണം. ഒരിക്കൽ കൂടി സാർ നമസ്കാരം, നന്ദി, താങ്ക് യു. സംസ്കൃത ഭാഷയിൽ സംഗ്രഹിച്ചു പറയാനുള്ള ഒരു പ്രത്യേക സൗകര്യമുണ്ട്. മറ്റ് ഭാഷകളിൽ അത്രയും കൂടെ ഒതുക്കി പറയാൻ എപ്പോഴും പറ്റുമെന്ന് വരില്ല. അവിടെ 2 പദം കൊണ്ട് പറയണതിന് ചിലപ്പോൾ മറ്റ് ഭാഷകളിൽ 3, 4, 5 പദങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. അതിൻ്റെ ഒരു പരിമിതി പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അതാണ് ചിലപ്പോഴൊക്കെ സംഭവിക്കുന്നത്, കൂട്ടി പറയേണ്ടി വരുന്നത്, കൂടുതൽ പദങ്ങൾ എടുക്കേണ്ടി വരുന്നത്. നമസ്കാരം. മല്ലിക ടീച്ചർ 2 വാക്ക് ഒന്ന് സംസാരിക്കണം ടീച്ചർ, പ്ലീസ്. ടീച്ചർ അൺമ്യൂട്ട്. അതെ, ശബ്ദം കേൾക്കുന്നില്ല. ടീച്ചർ ശബ്ദം കേൾക്കുന്നില്ല. ടീച്ചർ ആ ഫോൺ കുറച്ചും കൂടെ അകത്തി പിടിച്ചാൽ ടീച്ചറെ കാണാം. ടീച്ചറുടെ മുഖം ശരിക്കും കാണാനില്ല. ഓക്കെ ടീച്ചർ, ഇനി അത് ഫോണൊന്ന് കേൾക്കാനില്ല. ടീച്ചർ കേൾക്കാനില്ല. ടീച്ചർ അത് അൺമ്യൂട്ട് ആക്കി, ടീച്ചർ മ്യൂട്ടാക്കി വെച്ചിരിക്കോ? ഓക്കെ, ക്യാമറ ഓഫായി. ടീച്ചറെ ക്യാമറ അടുത്ത് തന്നെ ഒരു മൈക്കിന്റെ ചിത്രം ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്താൽ മതി. ടീച്ചർ ഓക്കെ 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 ടീച്ചർ, ഓക്കെ ഓക്കെ. നമസ്കാരം സർ. കണ്ടതിൽ സന്തോഷം. വളരെ ലളിതവും സുഗ്രാഹ്യവും എന്താ പറയണ്ടെന്ന് അറിയില്ല, അത്ര രസകരമായിരുന്നു ക്ലാസ് കേട്ടോ. പ്രത്യേകിച്ചായിട്ട് ഞാൻ എല്ലാം മറന്നിരിക്കുന്നു. അത് കേട്ടപ്പോ വല്ലാതെ ഇഷ്ടപ്പെട്ടു. നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. ചെറിയ കുട്ടികൾക്ക് നല്ല എളുപ്പത്തിൽ മനസ്സിലാവുന്ന ക്ലാസ് ആയിരുന്നു. പാർവതിയെ കണ്ടതിൽ സന്തോഷം. ശരി, സന്തോഷം സന്തോഷം. സാർ ഒരു പേഴ്സണൽ ചോദ്യം, ഹർഷൻ എവിടെയാ? ഹർഷൻ PhD ചെയ്യണോ? ആണോ? എവിടെയാ? കാലടിയിലാണ്, ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയുടെ പ്രധാന കേന്ദ്രത്തിൽ തന്നെ. ഓക്കെ. ടീച്ചർക്ക് സുഖം തന്നെ? സുഖം തന്നെ. കണ്ടതിൽ സന്തോഷമായി. സന്തോഷം. പട്ടാമ്പി തന്നെ അല്ലേ? പട്ടാമ്പി തന്നെ ഉണ്ടല്ലോ. ഇപ്പൊ പൊന്നാനിയാണ് മാഷെ. പൊന്നാനി താമസം? മകനെ ഇവിടെ പൊന്നാനി മജിസ്ട്രേറ്റ് ആണ്. അത് ശരിയാണ്. അപ്പൊ അവിടെ താമസം. ഹസ്ബൻഡ് പെട്ടെന്ന് അറിഞ്ഞോന്ന് അറിയില്ല. ഞാൻ അറിഞ്ഞില്ല. അതെ, പിന്നെ കുറെ കഴിഞ്ഞിട്ട് ആരോ പറഞ്ഞത്. അപ്പൊ ഞാൻ പിന്നെ തനിച്ചായോണ്ട് മകന്റെ കൂടെ പൊന്നാനി കുറെ കഴിഞ്ഞിട്ടാണ് എന്നോട് ആരോ പറഞ്ഞത്. ഓക്കെ. അപ്പൊ ഹർഷനോടൊക്കെ അന്വേഷിച്ചു.